الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അശമാസം വന്നിട്ടില്ല, അവിടെ ഉറങ്ങുന്നുണ്ടാവും. എനിക്ക് കാഫിയത്തിൽ മീമാന്നു തുടങ്ങാം. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ خير البرية مليح الحلى من أجله الله قد بدا خلائقه كالبر والبحر مزبدا سلام عليكم يا مالح تأبدا وحياك يا خير البرية قد بدا يحاكيه بدر وصحاب نجوم تسليم وأزكى تحياتي على المصطفى المختار لخير البريات. هو എന്നില്ല, അവിടെ തഖ്ദീർ മുബ്തദ. മലീഹുൽ ഹുല എന്ന് പറഞ്ഞാൽ ചമയം എന്നാണ്. ഹുല എന്ന് മൊത്തത്തിൽ അത് വസ്ത്രത്തിൻ്റെ ചമയം മാത്രമല്ല. ഒരാളെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ കാണാവുന്ന എല്ലാത്തിനും കൂടെ ഒരു ഭംഗിയും ചമയം എന്ന് പറയുന്നുണ്ടല്ലോ. വസ്ത്രം കൊണ്ട് അണിഞ്ഞിട്ട് ചമയം ഉണ്ടാക്കലുണ്ട്, അത് പിന്നെ നീക്കാവുന്നതല്ലേ. അതാണ് ജംഉ ഹില്യത്ത് ഹിയ ഹുസ്നുൽ ബദനി ഖൽഖൻ വ ഖുലുഖൻ. അതിന് നാടൻ ഭാഷയിൽ എന്താ പറയുക, ചമയിക്കൽ. അപ്പം മലീഹുൽ ഹുല എന്ന് പറഞ്ഞാൽ ആ ചമയം വളരെ ഭംഗിയുള്ളതാണ്, സുന്ദരമാണ്. ഹുവന്റെ ഖബറാണ്. എന്നിട്ടോ മിൻ അജ്ലിഹി, തങ്ങളുടെ കാരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ബദാനത് ബദഅ യബ്ദഉന്റെ ബദയാനത്. അപ്പം അത് മുതഅദ്ദിയാവും, തുടങ്ങി. ആരെ? ഖലായിഖഹു, അല്ലാഹുവിൻ്റെ സൃഷ്ടികളെ തുടങ്ങി. വ ബദഅ ഖലായിഖഹു മിൻ അജ്ലിഹി, തങ്ങളെ അജ്ലിന് വേണ്ടിയാണ് പടപ്പുകളെ പടച്ചത്. അപ്പം എന്താക്കും? ബൈത്തിന് വേണ്ടിയിട്ട് അംശം കളഞ്ഞിട്ട് ബദാന്നാക്കും. ആ ഖലായിഖ് അതുപോലെ കൽബരി കര, വൽ ബഹരി കടലി, മുസ്ബദ എന്ന് പറഞ്ഞാൽ ആ കടലിൻ്റെ സിഫത്താണത്. അതായത് തിരമാല അടിക്കുമ്പോൾ നൊരുണ്ടാവും. അപ്പം തിരമാലക്ക് ലാസ്യമാണ് നൊര. സബദ് നല്ല സോപ്പ് കലക്കിയാൽ മതി, ഇങ്ങനെ നൊര കാണല്ല. അപ്പൊ തിരമാലകളും നരയും നിറഞ്ഞ ബഹറിന്ന് അർത്ഥം വെക്കാം. അതാ മഖ്ലൂഫും ബിസ്സബദി, തിരമാല അടിക്കുന്ന അവസരത്തിൽ നൊര ഉണ്ടാകും. അങ്ങനെയുള്ള ബഹർ. ഇനി സലാമുൻ അലൈക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുകയാണ്. ഖിതാബായിട്ട് യാ മലീഹു, സൗന്ദര്യമുള്ളവരെ, യാ ജമീലൽ മൻദർ, സൗന്ദര്യമുള്ളവരെ. അപ്പൊ തഅബ്ബദ എന്നുള്ളത് സലാമുൻ അലൈക്കിന്റെ വാക്യാണ്, കാലാകാലം നിലനിൽക്കുന്ന സലാം. ഇതിലാണ് മലീഹു, മലീഹിന്റെ കൈത്. അതെ, ദായിമൻ അബദ എന്ന് പറയുമ്പോൾ തഅബ്ബദ. ആ സലാമുൻ അലൈക്കും എന്നത് ദായിമയായി നിലനിൽക്കട്ടെ, ദായിമൻ അബദൻ തന്നെ. ഇനി മുഹയ്യാക, തങ്ങളുടെ മുഖം, ഖദ് ബദാ ഇപ്പറുണ്ടാവും. എൻ്റെ ഖബർ മുഹയ്യാക ഖദ് ബദാ, ആളേതാണ് ബദാ യബ്ദു, അത് ലാസിമാണ്. ബദാ യബ്ദു
മറ്റേത് ബദ യബ്ദഉ വന്നു. അപ്പം ഖദ് ബദ യാ ഖൈറൽ ബരിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരെ മുഹയ്യാക ഖദ് ബദ തങ്ങളുടെ മുഖം എന്തായി വെളിപ്പെട്ട്. എന്നിട്ടോ യുഹാക്കീഹി അതിന് എന്നോട് കടപിടിക്കുന്നവർ ആ മുഖത്തിനോട് ഏതാണ്ട് കടപിടിക്കുന്ന സാധനം ഉണ്ടല്ലോ മുഹാക്കി ബദ്റുൻ ബദ്രാകുന്നു. ആ മുഖത്തിനോട് ഏതാണ്ട് കാഴ്ചയിൽ തോന്നുന്ന. എന്നിട്ടോ ബദർ വസ്സഹാബു എന്ന സഹാബത്താണെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ നുജൂമു നക്ഷത്രങ്ങളുമാണ്. അപ്പോൾ ബദറും കുറേ നക്ഷത്രങ്ങളും. അത് ഇതിലുണ്ടല്ലോ മാനവിയായിട്ട് പറഞ്ഞാൽ അസഹാബി കന്നുജൂം എന്നുണ്ടല്ലോ ഉപമിച്ചിട്ടാണ്. മറ്റേ ഇതിലില്ലേ വസ്സലഹും ബിന്നുജൂം നമ്മൾ ഹരീരി തുടക്കത്തിൽ അടുക്ക് നോക്കുമ്പോൾ കിട്ടാത്ത الذين مثلهم بالنجوم وجعلهم لأعدائه بمنزلة الرجوم. അതെ അതെ അസാബിമാർക്ക് രണ്ടു മമ കൊടുത്ത്. ഒന്ന് ഹിദായത്തിൻ്റെ വിഷയത്തിൽ നുജൂമ് പോലെയാണ്, പിന്നെ ശത്രുക്കളെ എറിയുന്ന വിഷയത്തിൽ റുജൂമ് പോലെയാണ്. റുജൂമല്ലിശയാത്തീനി വതയില്ലേ محياك يا خير البريات قد بدا يحاكيه بدر وصهاب نجوم يعني بدعواك كم صحت مواشم سقائم وكم نال أولادا نساء عقائم وكنت لأني هولا حبك حائم مدحتك لأني بمدحك قائم ومن ذا بإحصائي ذي مالي يقوم صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية بدعوك തങ്ങളുടെ ദുആ കൊണ്ട് കം സഹത്ത് എത്ര സഹീഹായിട്ടുണ്ട്, ആരോഗ്യമായിട്ടുണ്ട്. ഇതിനെ മവാശി നാൽക്കാലി മൃഗങ്ങൾ, സഖായിമോ അത് രോഗികളായിരുന്നു, നടക്കാൻ കഴിയാത്തതും പാല് കിട്ടാത്തതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം കം എന്ന് പറഞ്ഞാൽ കസറത്ത്. അപ്പം എത്ര എത്ര മവാശികൾ എന്തായി കം മവാഷിൻ സഹത്തുന്നുണ്ടാവും. കം മവാഷിൻ എത്ര എത്ര മൃഗങ്ങളാണ് സഖായിമോ രോഗികളായ മൃഗങ്ങൾ സഹത്ത് സുഖം പ്രാപിച്ചു. വകം നാല ഔലാദൻ എത്ര എത്ര ഔലാദുകളെ കിട്ടി. അത് നിസാഉൻ സ്ത്രീകൾ അഖീമുകളായ അഖീം പ്രസവിക്കാത്ത അതെ നിസാഉൻ അഖായിമ നാല ഔലാദൻ. ഇനി അത് രണ്ട് മൗലിദത്താണത്. വകുന്തു ഞാനായി എന്തുകൊണ്ടായി മദഹത്തുക്ക എന്ന് അതിൻ്റെ ഖബർ ബൈത്തിൽ വരുന്നുണ്ട്, മത്തനില്. വകുന്തു മദഹത്തുക്ക എന്തുകൊണ്ട് ഞാനായി ലിഅന്നി ഹൗല ഹുബ്ബിക ഹായിമുൻ തങ്ങളുടെ മഹബത്തിൻ്റെ ചുറ്റും ഞാൻ ഇങ്ങനെ ചുറ്റുന്ന ആളാണ്. ഹായിമുൻ തവാഫ് ചെയ്യുന്ന ആളുന്നത് ഹാമ മൻഹാമ ഹൗലൽ ഹിമാന്നില്ലേ. ലിഅന്നി ഞാന് ഹൗല ഹുബ്ബിക ഹായിമുൻ അത് കുന്തുൻ്റെ എന്താണ് പറയുക തഅലീൽ ഒരു കാരണം പറയുന്നില്ലേ. തങ്ങളുടെ മദഹിൻ്റെ ചുറ്റുഭാഗത്ത് ഞാനിങ്ങനെ ചുറ്റിക്കളിക്കുന്ന ആളാണ്. അങ്ങനെ എന്താക്കി മദഹത്തുക്ക ഞാൻ തങ്ങളെ മദഹ് ചെയ്തു. വകുന്തു മദഹത്തുക്ക എന്തുകൊണ്ട് ലിഅന്നി ഹൗല ഹുബ്ബിക ഹായിമുൻ എന്നല്ലാണ്ട് മദഹ് പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടല്ല.
അതല്ല അപ്പുറം പറയുന്നതാ. ലാ അന്നി ബി മദ്ഹിക ഖായിമുൻ, തങ്ങളുടെ മദ്ഹ് പറയൽ കൊണ്ട് യഥാർത്ഥത്തിൽ നിൽക്കും എന്നത് കൊണ്ടല്ല ഞാൻ എന്താക്കിയത് മദ്ഹ് പറഞ്ഞത്. മഹബത്തിന്റെ ചുറ്റുവട്ടം കറങ്ങുന്ന ആളാകുമ്പോൾ മദ്ഹ് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു വമന്ത, ആരാണുള്ളത്, യഖൂമു, അതാ നിലനിൽക്കുന്ന ആള്, ബിഹിസായത്തിമാലി, മണലുകൾ എണ്ണാൻ വേണ്ടിയിട്ട്, മണൽത്തരികൾ എണ്ണീറ്റ് കണക്കാക്കാൻ വേണ്ടി ആർക്കാ നിലനിൽക്കാൻ കഴിയുക? അപ്പൊ ചോദ്യം മനസ്സിലല്ലേ? അപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈനുദ്ധ തൈസലു എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എണ്ണിയാലെന്താക്കും? മണൽ പോലെയാണ് അത്, അറ്റമാക്കാൻ കഴിയൂല. അപ്പൊ കുന്തുന്റെ ഖബറാണ് ഏടെ മത്തിൽ കൊടുത്തത്, മദഹത്തുക്ക. അല്ലെ കുന്തു ഇല്ലായിരുന്നെങ്കിൽ മദഹത്തുക്ക തുടക്കം തന്നെയായി. وما زلت تعلو في الفضائل كلما مضى بك وقت زدت فضلا وقلما مضت لحظة لم تعلو في الفضل سلما مقامك في أعلى المقام مكلما دليل بأن الشأن منك عظيم صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات وما زلت തങ്ങൾ ആയിക്കൊണ്ടേയിരുന്ന്, അതങ്ങനെ നിരന്തരം തുടരും. തഅലു, ഉന്നതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഫിൽ ഫളാഇൽ, ഫളാഇലിന്റെ വിഷയത്തിൽ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഇങ്ങനെ കയറുന്നു. അതിന്റെ ഖുർആൻ പറഞ്ഞ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഒരു തഫ്സീർ എന്താണ്? ദുന്യാവിനാക്കാണ് പരലോകമാണ് തങ്ങൾക്ക് ഏറ്റവും ഖൈർ. ദുന്യാവ് നിശ്ചലമാണ്, അപ്പം കുറേ പട്ടിണിയും കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് നൈമിഷികമായിട്ട് പോയി. ഖൈറുൽ ലക മിനൽ ഊലാ, അതിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ശേഷം വരുന്ന ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളേക്കാൾ ഖൈറാണ്. അപ്പം ഏറ്റവും അനന്തമായി തുടരുന്ന മഖാമാത്തിലേക്കാണ് ഓരോ നിമിഷം കഴിയുന്നു നിർത്തുന്നത്. അപ്പോൾ രാവിലെയുള്ള പദവിയിലല്ല വൈകുന്നേരം ഉണ്ടാകുന്നത്, വൈകുന്നേരം ഉണ്ടാകുന്ന പദവിയിലല്ല. ഖസാലിമ റളിയല്ലാഹു അൻഹു പറയുന്നു 70 മർത്തബ ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ കയറുന്നുണ്ടെന്ന്. 70 വട്ടം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനത്തിൽ പറഞ്ഞെന്താണ്? ഇവിടെ നിപ്പത്തേക്ക് കയറുമ്പോൾ ഇതിലേക്ക് താരതമ്യം ചെയ്താൽ ആദ്യത്തെ എന്തായി കുറച്ച് നുക്സാൻ കാണുന്നുണ്ട്, അതിൻ്റെ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി. ഇവിടെ നിടത്തേക്ക് എത്തുമ്പോൾ ഇതും കുറച്ച് നുക്സാനായി തോന്നുന്നു, അതിന് ഇസ്തിഗ്ഫാർ ചൊല്ലി. അതിന് വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ. എന്നിട്ട് 70 കുറ്റം ചെയ്തിട്ടല്ല. എന്നിട്ടോ കുല്ലമാ മദാബിക്ക, ഈ കൊല്ലം ഇപ്പുറം വായിക്കും. കുല്ലമാ മദാബിക്ക വഖത്തുൻ, ഓരോ വഖത്തും കഴിയും തോറും സിത്ത ഫളൻ, ഫളലാൽ തങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതിനത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. എന്നിട്ടോ വഖല്ലമാ മളത്ത് ലഹലത്തുൻ, ഓരോ ലഹല കഴിഞ്ഞു പോക്ക് വളരെ അപൂർവമാണ്. എങ്ങനത്തെ ലഹല? ലം തഅലു സുല്ലമൻ ഫിൽ ഫളി, ആ വക്കത്തിൻ്റെ സിഫത്ത് ആ ലഹലത്തിൻ്റെ സിഫത്താണ്. അപ്പോൾ എന്താക്കണം? അവിടെ ഒരു ഫീഹിനെ സങ്കല്പിക്കണം. ഫീഹ പക്ഷേ ലഹലത്തുൻ എന്ന് പറഞ്ഞത് ആ മുഫ്രദിൻ്റെ സിഫത്താണ്. ഏത്? ലം തഅലു ഫിൽ ഫളി സുല്ലമ. അപ്പോൾ സിഫത്തും മൗസൂഫും തമ്മിൽ കണക്ഷൻ വേണ്ടേ? അപ്പോൾ ലം തഅലു ഫീഹ ഫിൽ ഫളി സുല്ലമൻ എന്നുണ്ടാകും. അല്ലെങ്കിൽ രണ്ടും തമ്മിൽ കണക്ഷൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ലം തഅലു, തങ്ങൾ ഉയർന്നിട്ടില്ല. അലാ യഅലു, അലാ യഅലു നമ്മൾ ലം കിടന്ന് എന്താക്കും? ലം തഅലു സുല്ലമൻ. ആ തഅലുവിന്റെ മഫ്ഊലാന്നത് സുല്ലമൻ. സുല്ലമൻ മേലോട്ട് കയറുന്ന ഏണി എന്തിൻ്റെ വിഷയത്തിൽ? ഫിൽ ഫളി, ഫളിലേക്കുള്ള ഏണിമ കയറാത്ത ഒരു ലഹലയും തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല.
അത് ആ 3 കലിമത്തെ ഏകദേശം അർത്ഥം തന്നെ. ഒന്ന്, ഫളായിലിൽ എന്താക്കും, ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ സെക്കൻഡ് സമയം കഴിയും തോറും ഫضൽ ഏറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ലഹള പോലും തങ്ങൾ ഒരു ഫضലിലേക്കുള്ള സുല്ലം കയറാത്ത സമയം കഴിഞ്ഞിട്ട് ഒരു ലഹള പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ മക്കാമുക്ക എന്നുള്ളത് പുതിയ മുബത്തദയാണ്. മക്കാമുക്ക തങ്ങളുടെ പദവി അല്ലെങ്കിൽ നൃത്തം എന്ന് പറയാം. എവിടെ നിൽക്കുന്നു? ഫി അലാ മഖാമിൻ, ഉന്നതമായ പദവിയിൽ. അത് തന്നെ മുക്കല്ലമൻ, അള്ളാഹിൻ്റെ വക്കൽ നിന്നുള്ള കലാമ് കേട്ടുകൊണ്ടിട്ട്. അല്ലാഹു തആല മുക്കല്ലിം, തങ്ങളാരെ മുക്കല്ലം. വഖാതമല്ലാഹു സിദ്ഖ. ഹദല്ലദീ ഖദ് തറഖ ഇലൽ സുബ്ഹാനല്ലാഹ്. ഹദല്ലദീ ഖദ് തറഖ ഇലൽ സമാവാതി ഹഖ്ഖ وخاطب الله صدقا بوحي خير الكلام. അത് നീണ്ട പൈത്താണ്, ഒരു 1.5 പേജോടുണ്ടല്ലോ പൈസ. സല്ലൂ ബിനാ ബിഹിതിമാമി അലാ ശഫീഇൽ അനാമി ഹബീബി മുഹ്യിൽ ഇമാമി അലൈഹി അസ്കാ സലാമീൻ. അവിടെയാണ് ഹദല്ലദീ ഖദ് തറഖ ഇല സമാവാതി ഹഖൻ വഖാതബല്ലാഹു അൻഹു. അച്ചടിച്ച കിതാബിൽ ഖാതബല്ലാഹ എന്നാണ്ടായില്ലേ. അള്ളാഹിനോട് കിതാബിടാൻ നമുക്ക് സാധിക്കില്ലേ? മാത്രമല്ല ബിവഹീന്ന് അപ്പുറം ഒക്കുവോ? ഖാതബല്ലാഹു സിദ്ഖൻ ബിവഹി ഖൈറുൽ കലാം. ഏറ്റവും ഉന്നതമായ കലാമിൻ്റെ വഹയ്യ കൊണ്ട് അള്ളാഹുവിൻ്റെ സംസാരം. ഖാതബല്ലാഹു എന്ന ഫായിലാ വേണ്ടിയാണ്. അച്ചടിച്ച കിതാബ് ഖാതബല്ലാഹ എന്നാ പറയല്ലേ. അതെന്തുകൊണ്ട്? ലഫ്ദിയായിട്ട് ബിവഹയ്യ കൊണ്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കൂല. രണ്ടാമത് റബ്ബനാത്തിന നമ്മ കിതാബിന് ഇന്നും കൂടെ ആക്കിയല്ലേ, പിന്നെ അത് തങ്ങൾക്ക് മാത്രമല്ലല്ലോ. അപ്പം മുക്കല്ലമ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കലാമ് കേൾക്കുന്നവരായി കൊണ്ടിട്ട് അലാ മഖാമിൽ നൃത്തം എന്നുള്ളത് ദലീലുൻ, അത് തെളിവാണ്. എന്തിനെ? ബി അന്ന ശഅന മിൻക അലീമൂൻ, തങ്ങൾക്കുള്ള കാര്യം വളരെ അലീമാണ് എന്നതുകൊണ്ടുള്ള ദലീൽ തന്നെയാണ്. ഇനി കൂടുതൽ പറയേണ്ടതില്ല. അത് മനസ്സിലായി ഞാൻ. ഇനി വഖറബകൽ മൗല ഹബീബൻ മുഅല്ലമാ വഅസ്ഫാക സൽസലൽ വിസാലി മഅല്ലമാ وناداك رب العرش حبا وكرما مناجا ببطن العرش قمت مكرما يناديك من منه الدنو وتروم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وقربك المولى മൗലയാരി അല്ലാഹു തആല തങ്ങളെ അടുപ്പിച്ചിട്ടുണ്ട്. ഹബീബൻ, ഹബീബായി കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ഹാലാന്നത് അത് തന്നെ. എങ്ങനത്തെ ഹബീബ്? മുഅല്ലമൻ, ഹബീബൻ മുഅല്ലമൻ, തലീമാക്കപ്പെട്ട ഹബീബായി കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ വാസ്കാക്ക, മൗലയായ അല്ലാഹു തആല കുടിപ്പിച്ചു തങ്ങൾക്ക്. എന്തിനെ കുടിപ്പിച്ച്? സൽസാലൽ വിസാൽ, വിസാലാകുന്ന ശുദ്ധ പാനീയം. സൽസാൽ വിസാൽ നമുക്കറിയാലോ, തടിയും കൊണ്ട് ചേരലല്ല ഉദ്ദേശിക്കുന്നത്, മഹബത്തിൻ്റെ ചേരലാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ആ മഹബത്തിനെ കുടിപ്പിക്കൽ എന്താ? ശുദ്ധ ജലത്തിനോട് വമ്പിച്ചിട്ടാണ് എന്താക്കി സൽസാൽ എന്ന് പറഞ്ഞത്. അതിനെ മഅല്ലമ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ദാഹത്തോട് കൂടി. കാരണം എത്ര കിട്ടിയാലും അള്ളാഹിനെ കൊണ്ട് അടുക്കാനുള്ള താല്പര്യമാണ് ആർക്കുള്ളത്? തങ്ങൾ. താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ കുടിക്കുന്നതും മടുത്തു പോവില്ലേ? മഅല്ലമ. മറ്റോ വനാജാക റബ്ബുൽ അർശി, അർശിൻ്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് മുനാജാത്ത് ചെയ്തു. ഹുബ്ബൻ, ഹുബ്ബോടുകൂടി. എന്നിട്ടോ വകറമ, നാജാക്കൻ്റെ ബാക്കി
തങ്ങളെ അങ്ങേറ്റം ആദരിക്കുകയും ചെയ്ത് ഹുബ്ബൻ വകറമൻ കറമ നാജാക്കന്റെ ബാക്കി വനാജാക്ക റബ്ബുൽ അർശി ഹുബ്ബൻ വകറമ. അപ്പം അലിഫ് എന്താണ്? തസ്നിയല്ല, ബൈത്തിന് വേണ്ടി കിട്ടിയത്. എങ്ങനെ? മുനാജം ബി ബത്നിൽ അർശ്, അർശിന്റെ മേലെ തങ്ങൾ മുനാജാത്ത് ചെയ്യപ്പെടുന്നവരായിട്ട്. കുംത മുകറമൻ, ആദരിക്കപ്പെടുന്നവരായിട്ട് നിന്ന്. അപ്പൊ കുംത മുകറമൻ മുനാജൻ ബി ബത്നിൽ അർശ്, അർശിന്റെ മേലെ തങ്ങൾ നിന്ന്. ഏത് രൂപത്തിൽ? മുകറമൻ മുനാജൻ. എന്നിട്ടോ യുനാദിക, തങ്ങളെ വിളിക്കുകയാണ്. മൻ, ഒരു റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുന്നു. മൻ എന്ന് പറഞ്ഞാൽ റബ്ബാന്ന്. എങ്ങനത്തെ റബ്ബ്? തറൂമ മിന്നുദ്ദുനുവ, തറൂമു ആ മഞ്ഞിന്റെ സിലവുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ മൗസൂലിയ, അതിന്റെ സിലയാണ് തറൂമു മിന്നുദ്ദുനുവ. ആ റബ്ബിന്റെ വക്കലുള്ള സാമീപ്യമാണ് തങ്ങൾ കൊതിക്കുന്നത്. റബ്ബിന്റെ വക്കൽ നിന്നുള്ള സമീപം കൊതിക്കുന്നു, റബ്ബ് വിളിക്കുകയും ചെയ്യും. അപ്പം എന്തായി? സുലൂക്കും ജദബും കൂടെ ഒന്നിച്ചങ്ങ് വന്നു. റബ്ബിലേക്കുള്ള താല്പര്യത്തിനാണല്ലോ സുലൂക്ക് എന്ന് പറയുന്നത്. റബ്ബ് ഇങ്ങോട്ട് ഏറ്റെടുക്കലല്ല ജദബ് എന്ന് പറയുന്നത്. അപ്പൊ യുനാദിക്ക് എന്തിനെ തൊട്ട് ഇബാറത്തായി? ജദബിനെ തൊട്ട് ഇബാറത്തായി. ആരാ വിളിക്കുന്നത്? മൻ തറൂമു മിന്നുദ്ദുനുവ, ആരെക്കൊള്ളയാണോ തങ്ങളുടെ അടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന റബ്ബ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതാ സുലൂക്ക്. അതാ അനി അള്ളാഹുവിന്റെ വിളിയെ സംബന്ധിച്ചുള്ള ഇബാറത്തായിക്കൊണ്ട കുറേ ബൈത്ത് പറയുന്നത്. കുറെ അങ്ങോട്ടെത്തു. പിന്നെ യേശുരൊന്ന് മാറ്റിക്കോണെങ്കിലും يا من سما في الفضل طفلا كما نشاء مطيعا لنا في كل أمر كما نشاء فنفسك فوزا فالقاطب فوق ما تشاء مالكت عنان العز قده كما تشاء لك الدهر عبد والقضاء قديم. അവിടെ സഹിയ നുസ്ഖയിൽ കാണും വൽഖദാഉ ഖദീമുന്നാണ്. അതുകൊണ്ട് യോജിപ്പും. അപ്പൊ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഇതാകായി പറഞ്ഞു വരുന്നു. അയാമൻ, ഒരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനത്തെ നബി? സമാഫിൽ ഫദ്ലി, ഫദ്ലിന്റെ വിഷയത്തിൽ ഉന്നതമായി. സമായസ്മോ, ഉന്നതമാകൽ. എപ്പോൾ? തീഫിലൻ, കുട്ടിക്കാലത്ത് തന്നെ, തിഫില എന്ന കാലത്ത്. ഏതുപോലെ? കമാ നശാ എന്ന നശാ യൻശഉ എന്നാണ്. അത് മാദിയ ഫീലൻ. നശാ യൻശഉ, അതിനെ ബൈത്ത് എന്താക്കി? നശാ, അത് മാദിയ ഫീലായി. ആദ്യത്തെ തശാന്ന ആ പുള്ളി മായ്ക്കണം. അത് പുള്ളി മായ്ച്ചാലേ ശരിയാവും, അല്ലെങ്കിൽ അത്തൊക്കൂല. കമാനഷാൻ, കുട്ടിക്കാലത്ത് വളർന്നത്. അത് അടുത്ത കാലത്തെ ഫലാലിൽ കയറിയതല്ല, കുട്ടിക്കാലമായ സമയത്ത് തന്നെ എന്തായി? കമാനഷ, വളർന്നു വന്നതുപോലെ തന്നെ. എങ്ങനെ വളർന്നു? മുത്തയ്യൻ ലന, നമുക്ക് വഴിപ്പെടുന്നവരായിട്ട് ഫീ കുല്ലി അംരിൻ, എല്ലാ കാര്യങ്ങളിലും. അള്ളാഹുവിന്റെ ഖിതാബായിക്കൊണ്ടല്ലേ പറയുന്നത്. കമാൻ നശഅ മുതീഅൻ ലന, ലന എന്ന് പറയുമ്പോൾ അള്ളയിലേക്ക് മടങ്ങുന്നത്. ഫീ കുല്ലി അംരിൻ, ഏതുപോലെ? കമാ നശാഉ, അവിടെ നശ ഏതാ? മുളാരിയ ഫീലാണ്. നശാഉ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യത്തിലും വെളിപ്പെടുന്നവരായിട്ട് കുട്ടിക്കാലത്ത് തന്നെ തങ്ങൾ വളർന്നു വന്നു എന്നായി. അപ്പൊ ഒന്നാമത്തത് നശാ മാദിയ ഫീലി, രണ്ടാമത് നശാഉ എന്നുള്ളത് മശിയത്തിൽ നിന്ന് പിടിച്ച മുലാരിയ ഫീലി. അടുത്തതും വരുന്നുണ്ട് നീ. ഫനഫ്സുക, അതുകൊണ്ട് തങ്ങളെ നഫ്സ് ഫൽ തതിബ്, അത് തയ്യിബാവട്ടെ എന്ന് പറഞ്ഞാൽ താപ നഫ്സുഹു എന്ന് പറഞ്ഞാൽ മനസ്സ് സന്തോഷിക്കാന്നല്ലേ. താപ നഫ്സ്, തീബുൻ നഫ്സ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഫനഫ്സുക ഫൽ തതിബ്, എങ്ങനെ? ഫൗസിനാലി, ഫൗക മാ തശാ, തങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെയും അപ്പുറത്ത്.
ഈ തശാവ് ഏതാണ്? മഷിയത്ത് തന്നെ മുലാരിയ ഫീലാണ്. ഒന്നും മൂന്ന് നശ കണ്ട, മൂന്നും മൂന്നാന്നേ. ഒന്ന് കമാ നശ, രണ്ടാമത് കമാ നശാ, മൂന്നാമത്തത് മാ തശാവു. എല്ലാത്തിൻ്റെ അംശം കളഞ്ഞു. അപ്പൊ എൻ്റെ ഹബീബായവരെ, തങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം, ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം ഉള്ള പൗസ് കൊണ്ട് തങ്ങളെ മനസ്സെന്താകട്ടെ, സന്തോഷിക്കട്ടെ എന്നായി. താപ നഫ്സുഹു, താപത്ത് നഫ്സുഹു. അതിൽ ഞാൻ തീബുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തോടെ കൂടെ ഒരു കാര്യം നടക്കല്, മനസ്സില്ലാ മനസ്സോടെയല്ല കേട്ടോ. മലക്കിത്ത തങ്ങൾ മിൽക്കാക്കിയിട്ടുണ്ട്, ഉടമയാക്കിയിട്ടുണ്ട്. ഇനാനൽ ഇസ്സി, ഇസ്സിൻ്റെ കടിഞ്ഞാണ്. ഞാനെങ്ങനെ വായിക്കണം? ബിൽ കസരിക്ക കിതാബ് എന്ന് വായിക്കുമ്പോൾ അൽ ലിജാം എന്നാണ്. കടിഞ്ഞാണില്ലേ, ഇതിൻ്റെ കടിഞ്ഞാണ് തങ്ങൾക്ക് മിൽക്കാക്കിയിട്ടുണ്ട്, കയ്യിലുണ്ട്. അതുകൊണ്ട് കുറുഹു, അതിനെ തങ്ങൾ വിളിച്ചോ. കമാ തശ, അവിടെ മുലാരിയ ഫീല, തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കടിഞ്ഞാൻ കൊണ്ട് എന്താക്കാൻ മറ്റുള്ള ആളെല്ലാം വണ്ടികൾ നിയന്ത്രിക്കുന്നത് പോലെ. ലഖദ്ദഹ്റു അബ്ദുൻ, കാലം തങ്ങൾക്ക് അബ്ദാണ്. എന്നിട്ടോ വൽ ഖലാഉ, അല്ലാഹുവിൻ്റെ ഖലാഉ. ഖദീമുൻ എന്നൊക്കെയാണെങ്കിൽ തങ്ങൾക്ക് ഖാദിമാണ്. അപ്പൊ തങ്ങളുടെ ഒപ്പിച്ചാണ്, അള്ളാഹുവിൻ്റെ ഖലാഇനെ ഒപ്പിച്ചാണെന്നാ തങ്ങൾക്കുള്ളത്. വൽ ഖലാഉ ഖദീമുൻ എന്നാണ് അസ്സൽ റിവായത്തിൽ കാണുന്നത്. അപ്പൊ എല്ലാം അനുകൂലമാണെന്നായി. അത് തിരിഞ്ഞില്ലേ? لوصلك أرخينا سرادق مرسلا ومن ذاك طهرنا حاشاك مغسلا فصل عندنا ما شئت سولا مسلسلا ما نحناك حبا ما نحناه مرسلا فأنت على المولى الكريم كريم صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البرية ലിവസ്ലിക, തങ്ങളുടെ വസ്ലിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അള്ളാഹുവിൻ്റെ കിതാബിനാണ് മുമ്പ് തവീൽ കൊടുക്കുന്നത്. ആർഹൈന സുറാദിക്ക, സുറാദിക്ക എന്ന മേൽക്കട്ടി എന്നിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഹാത്തബിഹിം സുറാദിഖുഹാന്നുണ്ടല്ലോ, വിരികൾ. അല്ലത് യുമദ് ഫൗക സുഹൈനിദ്ദാരി, റൂമിനെ മറ്റൊക്കെ നമ്മളെ ഭാഗത്ത് നോക്കി എന്ന് പറയുമ്പോഴത്തെ കർട്ടൻ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മഹസൂസായ കർട്ടനൊന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ ഹിജാബും. മൂറുസലൻ, അതെന്താക്കും? മൂറുസലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിടപ്പെട്ടത്. അതായത് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യം പുറത്തൊരാക്കാൻ പാടില്ല, അറിയാൻ പാടില്ല. അതാ. എന്നിട്ടോ വമീന്താക്ക, അതേ വസലിന് വേണ്ടി തന്നെയാണ് തഹർന ഹഷാക്ക, തങ്ങളുടെ ഹഷ ഉള്ളകം എന്താക്കിയത്, തഹറാക്കി മുഖാസനം കഴുകപ്പെട്ടതായിട്ട്. ഇപ്പം 4 തവണ ഉണ്ടായി നമ്മൾ മറ്റന്നാൾ ഓതാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ വിശദീകരിക്കാണ്ട് പോകുന്നു. ഒന്ന് ഹലീമ ബീബിൻ്റെ അടുക്കൽ മുല കുടിക്കുന്ന കാലം, 2 വയസ്സ് കഴിഞ്ഞ്, പിന്നെ കുറച്ചു കാലം താമസിച്ചല്ലോ. അതാദ്യം. പിന്നീട് മറ്റൊരവസരത്തിൽ, പിന്നെ വഹയി വരുന്ന അവസരത്തിൽ, ഇസ്രാ മേറാജിന് പോകുന്ന അവസരത്തിൽ, ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശദീകരണം പറയുന്നത്. അപ്പോൾ തങ്ങളുടെ വസലിന് വേണ്ടി, അതായത് ഒരു തരത്തിലുള്ള ഹിജാബും തങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നിട്ടൊരു കിനാറ്റാന്നേത്, ആ കെടുകലും വൃത്തിയാക്കലൊക്കെ. അപ്പോൾ തഹർന ഹഷാക്ക മുഖസ്സലൻ, അത് കെടുകപ്പെട്ടതായിട്ട്. മിമ്മായി സംസമ കാന ഗസ്ലു സദ്രിഹി വലി സംസമ ശറഫു ജസീമു ബിമുസ്നദീൻ സുഹാനി കാണാം. സംസം കൊണ്ടാ കഴുകിയത്. ഇനി ഫസൽ ഇന്ധന, നമ്മളെടുക്കൽ വെച്ച് തങ്ങൾ ചോദിച്ചോ. മാഷിഇത, എന്താ ഉദ്ദേശിച്ചത് അത് ചോദിച്ചോ. സുഇലൻ, എങ്ങനത്തെ ചോദ്യം? മുസൽസലൻ, തൊള്ളയുള്ള ചോദ്യം, ചോദിക്കുമ്പോഴേ ചോദിക്കുക തന്നെ, അത് നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം ഫസൽ എന്ന് പറഞ്ഞ മഫ്ഊൽ മുത്തലഖാണ് ഏത്? സുആലൻ.
സുആലൻ എന്നും പറയും, സുഉലൻ എന്ന് പറയും, സൂൽ എന്നും പറയും. അത് മുസൽസലൻ ഐ മുതതാബിഅൻ. മനഅനാക നാം തങ്ങൾക്ക് തന്നിട്ടുണ്ട് ഹുബ്ബൻ ഒരു തരം ഹുബ്ബ്. എങ്ങനത്തെ ഹുബ്ബ്? മാ മനഹനാഹു ആ ഹുബ്ബ് നാം നൽകിയിട്ടില്ല മുർസലൻ ഒരൊറ്റ മുർസലിനും കൊടുത്തിട്ടില്ല. ഒരൊറ്റ മുർസലിനും കൊടുത്തിട്ടില്ലാത്ത ഹുബ്ബാണ് തങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് ഫഅന്ത തങ്ങൾ കരീമുൻ, അതിന്റെ ലാശത തങ്ങൾ കരീമാണ്. ആരടുക്കൽ? അലൽ മൗലൽ കരീം, കരീമായ അള്ളാഹുവിൻ്റെ അടുക്കലിൽ തങ്ങൾ കരീമായ ആളാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായില്ലേ? ഇനി فأنت لنا في الكون قيم أمرنا حميد علينا كنت ساقي خمرنا مكين لدينا أنت فاصدع بأمرنا على فقلي قد أمضى القضاء حكيم صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات لعمرك أقسمنا തങ്ങളുടെ ആയുസ്സിനെ തന്നെ സത്യം നമ്മൾ സത്യം ചെയ്ത് ബിഹി തങ്ങളെ അമ്രു കൊണ്ട്. അവിടെ സൂറത്തുൽ ഹിജ്റിൽ ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ എന്ന്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് മാ സമഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅംറുക ഐ വഹൈസിക വഹയാതിക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്സമ അല്ലാഹു ബിഹയാതിഹി. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും ജീവിതം കൊണ്ടുണ്ടാക്കിയില്ല, സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. മാ സമയത്തു അഹദൻ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി. എന്നിട്ടോ ഫഖാല സുബ്ഹാനഹു വ തആല അംറുക തങ്ങളെ അമ്രിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ലഅംറുക എന്നുണ്ടാവും, വല്ലാഹി മുമ്പിലുണ്ടാവും. വല്ലാഹി ലഅംറുക ലഫീ സക്റതിഹിം യഅമഹൂൻ. അപ്പോൾ അഖ്സമല്ലാഹു വആയിശിക വഹയാതിക. അംറുകാന്റെ മാനവൻ ആയിശിക വഹയാതിക. അപ്പോൾ അഖ്സമല്ലാഹു അവിടെ എന്താക്കിയില്ല, ദൂന അംരിന നമ്മളെ അമ്രു കൊണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ അള്ളാഹു തആലക്ക് അമ്രു എന്ന് പറയാൻ പറ്റൂലെങ്കിലും അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാതെ കണ്ട് തങ്ങളെ അമ്രു കൊണ്ടാണ് സത്യം ചെയ്ത് സൂറത്തുൽ ഹിജ്റിൽ. അതുകൊണ്ട് ഫഅന്ത ലനാ നമ്മൾക്ക് കയ്യിമു അംരിന നമ്മുടെ അമ്രെല്ലാം നിലനിർത്തിപ്പോരുന്നവരാണ്. അതായത് അമ്ര് നഹി അള്ളാഹുവിൻ്റെ ഹക്കാമെല്ലാം എത്തിച്ചിട്ട് അത് നിലനിർത്തിപ്പോരുന്നവരാണ് ഇവിടെ ഫിൽ കൗൻ ലോകത്ത്. അപ്പോൾ ഫഅന്ത ലനാ കയ്യിമു അംരിന ഫിൽ കൗൻ അമീനുൻ അലൈന തങ്ങൾ നമ്മളെ മേൽ അമീനാണ്. കുന്ത തങ്ങളായി സാക്കിയ ഹംറിന നമ്മളെ ഹംറ് കുടിപ്പിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ മഹബത്ത് വെക്കുന്നക്ക് അതിനുള്ള വസീലയാണ് നേരിട്ട് തങ്ങൾ. അള്ളാഹിനെ നേരിട്ട് മഹബത്ത് വെച്ചാൽ അത് ഒത്തുവരൂല. മഹബത്തിന് ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ. ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക. അപ്പോൾ ചിലരെന്താക്കും, അള്ളാഹിനെ തന്നെ മഹബത്ത് വെച്ചിട്ട് ഹായിമായുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പാട്ടെല്ലാം കാണുന്നില്ലേ? അതുപോലെ രണ്ടാമത്തെ ഒന്നുണ്ടാകും നിങ്ങളെ മഹബത്ത് വെക്കുന്ന നിന്നെ മഹബത്ത് വെക്കുന്ന ആളോടുള്ള ഹബ്ബ്. അപ്പോൾ ചിലർക്ക് എന്താക്കും, ഔലിയാക്കന്മാരോട് മുത്തുനബിനോട് സാലിഹ്യങ്ങളോട് വലിയ മഹബത്തായിരിക്കും. മൂന്നാമത്തെ ആളുണ്ട് ആബിദീങ്ങളായിരിക്കും. അവർക്ക് മറ്റേ മഹബത്തിലേക്കും ചിലപ്പോൾ എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട എന്തെല്ലാം അമലുണ്ട്, നിക്കിരിക്കല്, നോമ്പോക്കല്, തസ്ബീഹ്, ദിക്ർ അങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്ന അവർ കൂട്ടും. അപ്പോൾ ഒട്ടാകെ ലക്ഷ്യം ഏതാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. അപ്പോൾ അതാണ് ഖംറ് കുടിപ്പിക്കുന്ന ആളിങ്ങനെ മഹബത്താകുന്ന ഖംറാന്ന് ഉദ്ദേശിക്കുന്നത്. അത് കുടിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ കുടിപ്പിക്കുന്ന വസീല.
അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അമല് പഠിപ്പിക്കലാരും റബ്ബ അമലൻ യുഖദ്ദിബന എന്നുള്ള പഠിപ്പിക്കേണ്ടവര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വെച്ചുകൊണ്ടാണല്ലോ സാലിഹ്യങ്ങളോടുള്ള മഹബത്ത് വരുന്നത്. ഇനി മക്കീനുൻ, അതായത് മക്കാനത്തുടയവര്. സാധാരണ മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥാനാണ്. മക്കാനത്ത് എന്ന് പറഞ്ഞാൽ മാനവീയ പദവിക്കാ പറയുന്നത്. അതല്ല അള്ളാഹുവിൻ്റെ ഖുർബ് എന്ന് പറഞ്ഞാൽ മക്കാന് കൊണ്ടല്ല മക്കാനത്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞത്. എന്താ പഠിവ്? മക്കാനത്തുടയവരും ലദൈന നമ്മളെടുക്കൽ അന്ത. അപ്പൊ അന്ത എൻ്റെ മുബത്തത വെച്ചിട്ട് മക്കീനും ലദൈന ഫസദഅ നമ്മുടെ കാര്യം കൊണ്ട് തങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു. ഖുർആനിലെ ഫസ്ദഅ, ആരും പേടിക്കണ്ട. ഫസ്ദഅ ബിഅംരിന അതെന്താന്ന് മുശ്രിക്കീങ്ങൾ അങ്ങോട്ട് ഏതാണ്ട് ചെയ്ത് തങ്ങൾ തുറന്നു വരേണ്ട കാര്യം എന്തൊക്കെ തന്നു വിട്ടെ. അതുപോലെ അതിൽ നിന്ന് പിടിച്ചെത്തുന്നു. ഇനി അല അറിയണം ഫഖ്ദി തങ്ങൾ വിധിച്ചോ. ഹുക്കും മാശീത്ത ഇതാണ് അല്ലാഹു തആല പറഞ്ഞില്ലേ, ലിതഹക്കുമ ബൈനന്നാസി ബിമാ അറാക്കല്ലാഹ് എന്നാ പറഞ്ഞത്. ജനങ്ങളുടെ ഇടയിൽ വിധി കൽപ്പിക്കും അല്ലാഹു തആല വേണ്ടി വഴിയെല്ലാം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ലിതഹക്കുമ ബൈനന്നാസി ബിമാ അറാക്കല്ലാഹ് അൻസൽനാ അലൈക്കൽ കിതാബ ലിതഹക്കുമ ബൈനന്നാസി ബിമാ അറാക്കല്ലാഹ്. അപ്പം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തരീക്കത്തുണ്ടോ? ഏത് തരീക്കത്ത്? ടിക്കറ്റ് ആക്കുന്നല്ല, ഒരു ഹുക്കുമ നടപ്പിൽ വരുത്താൻ്റെ ശൈലിക്കാന്നല്ലോ തരീക്കത്ത് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ബിമാ അറാക്കല്ലാഹു, അതിന്റെ ശൈലി തങ്ങൾ കാണിച്ചു തരും. അപ്പൊ ഇലാഹിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിരിയ തരീക്കത്താണോ റിഫാഅത്ത് തരീക്കത്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പട്ടിക്കാട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഒതുക്കൊടുക്കുമ്പോൾ നബിനെ മദ്ഹബേദാണ്. അപ്പോൾ വേറെ നന്നാക്കി നല്ല ഡോങ്ങിയാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ് ഷാഫി തന്നെ, ഷാഫി മതബിൻ്റെ ആളാണ്. ആ ചോദ്യം തപ്പാത്തായ പോലെ ഒപ്പിച്ച മറുപടി പറഞ്ഞു. അലാ ഫഖ്ദി കണ്ട തങ്ങൾ വിധിച്ചോ. കത് അമ്മ നടപ്പിലാക്കിയിട്ടുണ്ട്. അൽ ഖലായിനെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആര്? ഹക്കീമുൻ, ഹക്കീമായ അള്ളാഹു. ഏത് ഖലായിനെ? തങ്ങൾ വിധിക്കുന്ന ഖലായിനെ അള്ളാഹു തന്നെ നടപ്പിലാക്കും. അപ്പൊ അള്ളാഹു നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യമേ എന്താക്കുള്ളൂ, തങ്ങൾ വിധിക്കുള്ളൂ. തങ്ങൾ വിധിച്ചതിനൊപ്പിച്ച് തന്നെ ഖലാഹ് ഉണ്ടാകും. അതെ. അപ്പൊ അൽ ഖലാ എന്നുള്ള എന്തായെന്നറിയോ? ദീനുൽ ഇസ്ലാമാകാം, അമ്ര് നഹി മുതലായ കാര്യങ്ങളൊക്കെ. ഒരാളെ ഇന്നതുപോലെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനം. ഒരാളെ ഇന്നലെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഖാദിയാരാണ്? അള്ളാഹു തആല. അപ്പൊ ഹക്കീം അള്ളാഹു തആല. അപ്പൊ അൽ ഖലാഇന്റെ അലിഫ്ലാമുണ്ടല്ലോ, അതാണ് തങ്ങൾ വിധിച്ച ഖലാഖെന്നാണ്. ഫഖ്ദിയിൽ നിന്ന് കിട്ടുന്ന തങ്ങൾ വിധിച്ച ഒരു ഖലാഇനെ അല്ലാഹു തആല നടപ്പിലാക്കിയിരിക്കുന്നു. അതെ. ഇനി ഫതഹ്നാ فلا رب مثلنا حبونا لك القرآن يهنيك وصلنا ما حونا بك الأديان لو عاش رسلنا لا جاءك عيسى تابعا وكليم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ഫതഹ്നാ ലക്കൽ ബുൽദാൻ. എല്ലാ രാജ്യങ്ങളും തങ്ങൾക്ക് വേണ്ടി ഞാൻ ഫതഹാക്കി തന്നിട്ടുണ്ട്. മദ്ദക റുസുലുന, നമ്മുടെ റുസുലുകളായ മലായിക്കത്തുകൾ തങ്ങളെന്താക്കുന്നു? പിന്തുണക്കുന്നുമുണ്ട്. ബദറിലും മറ്റും കണ്ടി പറഞ്ഞില്ലേ?
എങ്ങനെയത്? ബി അൽഫിൻ വ ആലാഫിൻ, ആയിരവും ആയിരങ്ങളും. ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ 3000, ഒരു സ്ഥലത്ത് 5000. അപ്പൊ അൽഫുണ്ട് തീരൂല, ആലാഫുണ്ട്. ഫലാ റബ്ബ മിസ്ലുന, നമ്മളെ പോലെ വേറെ റബ്ബില്ല. നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഖിതാബാണ്. ഹബൗന ലക്കൽ ഖുർആൻ, ഖുർആനെ തങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. യഹ്നീക വസുലുന, നമ്മുടെ വസുല് തങ്ങളെ സന്തോഷത്തിലാക്കും. മഹൗന ബിക്കൽ നദിയാൻ, മറ്റുള്ള ദീനുകളെല്ലാം തങ്ങൾ മുഖേന എന്താക്കി മായിച്ചു. അതല്ലേ മാഹി എന്ന് വരുന്നത്. മാഹി, മാഹിയാണ് അസല്. മഹാന്റെ ഇസ്മുഫായിലാണ് മാഹി. അപ്പൊ മാഹിൻ എന്നത് ന്യൂനതൽ വലിയ പിടവാന്ന്, അത് മഹനന്റെ ഇസ്മുഫായിലാണ്. മനസ്സിലാക്കുന്നില്ല? ഒരു കെലിമത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇതിന്റെ പേരെന്താന്ന്? മഹനയിൽ നിന്ന് പിടിച്ച നൂൻ ഇതാണെങ്കിൽ നൂന് ലാമുൽ ഫീലാന്നതേ, അതല്ല ഇവിടെ ഉള്ളത്. മഹാ എംഹുവിന്റെ ഇസ്മുഫായിൽ പറ മാഹീൻ, ലാമുൽ ഫീല് യാഗം. അപ്പൊ എന്താക്കും? ആഖിറ് യാ കളഞ്ഞിട്ട് തൻവീൻ പകരം കൊടുക്കും. അപ്പൊ മാഹിൻ, അപ്പൊ തൻവീൻ ഉണ്ടാവൂല, എഴുത്തിലുണ്ടാവൂല. മാഹിൻ അതാ മായ്ക്കുന്ന ആള്. അതിനിപ്പം പറയല് മായിന്നല്ലോ. അപ്പൊ മാനയമേനടി സംഭവിച്ചായി. അതുമല്ല, അത് മാഹ് എന്നല്ല, ഹാഗ് അല്ലേ? ആ മാഹ്, അത് പാർസി ഭാഷയിൽ ചന്ദ്രൻ എന്നർത്ഥം. അതെ, ഇന്ന മാസം മാഹ്, മാഹ് ഷാബാൻ, മാഹ് സഫർ. അത് ഫാത്തിമാന്റെ സ്ഥാനപ്പേര്. ഇനി അതിയാനിനെ മായ്ച്ച് ലൗ ആശ റസൂലന, നമ്മുടെ മുർസലീങ്ങൾ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നുവെങ്കിൽ ലജാഅക, തങ്ങളിലേക്ക് വരും. ഈസാ വ കലീമു, ഈസാരാണ് തൗറാത്ത് ഇൻജീലിന്റെ ഉലുൽ അസ്മായ മുർസലാണ്. കലീം ആരാണ്? ഉലുൽ അസ്മായ മുർസലാണ് തൗറാത്തിന്റെ. അപ്പൊ അത് രണ്ടെന്തിന് പറഞ്ഞ്? മുർസലീങ്ങളിൽ ഉലുൽ അസ്മാണ്, സാഹിബുൽ കിതാബുമാണ് രണ്ടാള്. ഒരു വിഭാഗം എന്താക്കും? ജൂതന്മാർ എന്ന് പറഞ്ഞിട്ട് തൗറാത്തിലേക്ക് ചാരണം കൊള്ളും. ഒരു വിഭാഗം നസാറാക്കൾ എന്ന് പറഞ്ഞിട്ട് ഈസയിലേക്ക് ചാരണം കൊള്ളും. അതാണ് അത് രണ്ടെണ്ണം തഖ്സീസാക്കിയത്. അല്ലെങ്കിൽ ഔല കൊണ്ടുണ്ടാക്കും എല്ലാവരും താപിയാവും. അതെ. അപ്പൊ ലജാഅക ഈസാ വ കലീമു താബിഅ, തങ്ങളോട് ലൗകാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇല്ലത്തിബാഇ എന്ന് പറഞ്ഞ അതേ സ്ഥാനത്തായി. അപ്പൊ അത് മനസ്സിലായിനാ? ذكي يفوح المسك من مخرج اسمه زكي جميل فاق كلا بواسمه ممجدون الماحي الضلال بحسمه محمد اللهم صل عليه وسلم يخسري بجسمه وفي الهجب أمست لي رسولي رسوم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ദക്കിയുൻ, അതും ഒരു മുബത്തദാനം സങ്കല്പിക്കാം. തങ്ങൾ ദക്കിയാണ്. ദക്കി എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം അടിച്ച് വീശുന്നാണ്. അതിന്റെ ബയാനാണ് യഫൂഹുൽ മിസ്കു, മിസ്ക് ഇങ്ങനെ അടിച്ച് വീശുകയാണ്. എന്തിൽ നിന്ന്? മിൻ മഖറജ് ഇസ്മിഹി, തങ്ങളെ പേരിന്റെ മഖറജിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കാനു ഖുറൂജ് ഇസ്മിഹി എന്നാണ് ഉസ്താദ്. മക്കാനു ഖുറൂജ് ഇസ്മിഹി വൽ മുറാദു ബിൽ ഇസ്മി അൽ കലാം, ഇസ്മുൽ കലാം. ഫൽ മഖറജു ഫമുഹു ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കലാമ് പുറപ്പെടുന്ന മഖറജിൽ നിന്ന് കസ്തൂരി അടിക്കും. സംസാരിക്കുമ്പോൾ കസ്തൂരി അടിച്ച് വീശുന്നു എന്നതിലേക്ക് എത്തി. ഇനി സക്കിയുൻ, സക്ക എന്ന് പറഞ്ഞ പരിശുദ്ധത, തസ്കിയത്ത് അതിൽ നിന്ന് പിടിച്ചതല്ലേ.
അതാണ് ജമീലുൻ ജമീലുമാണ്. ഫാഖ കുല്ലൻ എല്ലാവരെയും തങ്ങൾ ഫൗക്കിലായി മറികടന്നു. ബിവസ്മിഹി തങ്ങളുടെ അലാമത്ത് കൊണ്ട്. അപ്പൊ എല്ലാവരെയും മറികടക്കുന്ന അലാമത്ത് ഖാത്തമുൻ നബുവത്തുണ്ട്. അത് മറ്റുള്ളാക്കി ആയിരിക്കില്ലല്ലോ. ഖാത്തമുൻ നബുവത്ത് ഓതിയല്ലേ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറേ കാലം ചുറ്റി നടന്ന ആ ലക്ഷണം പറഞ്ഞുകൊണ്ടല്ലേ. അതാണ് വസ്മുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തങ്ങൾക്ക് മഖ്സൂസായ അലാമത്ത് എന്താണ്? ഖാത്തമുൻ നബുവത്ത്. മുമജ്ജദുന നമ്മുടെ മജിദാക്കപ്പെട്ടവര്. ഇതെല്ലാം അള്ളാന്റെ പക്കൽ നിന്നുള്ള കലാമായിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളുടെ മുമജ്ജദ് അൽ മാഹിൽ ലലാൽ, ലലാലിനെ മായ്ക്കുന്നവര്. അവ മാഹിന്റെ മഫ്ഊലാണ് ലലാല്. അവ മഫ്ഊലിലേക്ക് ഇളാഫത്താക്കിയിട്ടാണ് മാഹിൽ ലലാലി എന്ന് പറഞ്ഞത്. ലലാലിനെ മായ്ക്കുന്നവര്. മാഹി ഇസ്മു ഫായില്. ബിഹസ്മിഹി ദലാലിനെ വേരോടെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഇതിൻ്റെ അടുത്ത് അരിക്ക് തൽക്കാലം നുള്ളിക്കണമെന്നുണ്ടെന്നൊക്കെ പിന്നെയും മുളക്കൂലേ. ക്ഷമാസ വന്നിട്ടുണ്ട് പിന്നെ ഓനിക്കിതൊന്നും ബാധകമല്ല, അരികട്ടൽ തന്നെയാണ്. ഇങ്ങനെ ആരെക്കുട്ടി എന്നാ അപ്പൊ നമ്മുടെ മുമജ്ജദ് നമ്മ മജിദാക്കിയവര് അൽ മാഹിൽ ലലാലി ബിഹസ്മിഹി ലലാലിലേക്കാണ് ഈല ദമീർ മടങ്ങുന്നത്. ബിഹസ്മിഹി. ഇനി മുഹമ്മദുനിൽ ഖുർസിയ്യൂൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർസി എന്നപ്പോൾ വസ്ഫ് പറഞ്ഞത്. ഖുർസിയിന് സാധാരണ കസേല എന്നർത്ഥം വെക്കും. സ്റ്റേജ്, പീഠം, ഒരു ഉന്നതമായ സ്ഥലം എന്നാണ് ഖുർസി എന്ന സാധാരണ ഭാഷ. അപ്പം അതുകൊണ്ട് വസ്ഫ് പറയുമ്പോൾ എന്തായെന്നറിയോ, മറ്റുള്ള നിലത്തിൻ്റെ പരിധിയേക്കാണ് ഉയർന്നു നിൽക്കുന്ന ആളായതിൻ്റെ പേരിൽ ഖുർസി എന്ന് വസ്ഫ് പറയാം. വിവിധങ്ങളായ മുത്തുമണികൾ കോർത്തിണക്കിയ മാല എന്നും പറയും ഇതിന് ഖുർസിയിന്. അപ്പോൾ വിവിധങ്ങളായ കമാലാത്തുകളായ മുത്തുമണികൾ കോർത്തിണക്കപ്പെട്ട ഒരു മാല തങ്ങളെ പറ്റി പറഞ്ഞു വസ്ഫ് പറഞ്ഞത്. ഖുർസിയിനോട് ഉപമിച്ച് എന്നിട്ട് അത് വസ്ഫാക്കി. ഊസരിയ ബിജിസ്മിഹി തങ്ങളുടെ ശരീരം അടക്കം എന്താക്കി ഇസ്രാവ് ചെയ്യപ്പെട്ടു. വെറും റൂഹി മാത്രമെന്നല്ലാതെ. ഒഫിൽ ഹുജുബി ഹിജാബിൽ, അതായത് മറ്റുള്ള എത്തിപ്പെടാൻ കഴിയാത്ത ഹിജാബിൽ എന്തുണ്ട്? ആംസത്തിൽ റസൂലിന് ഉണ്ടായിട്ടുണ്ട്. അംസ എന്ന് പറയുമ്പം ഇസ്രാ മേറാജൻ രാത്രിയാണല്ലോ. ആ രാത്രിയെ സൂചിപ്പിക്കുകയാണ് അംസത്ത് എന്ന് പറഞ്ഞത്. എന്തുണ്ടായി? റസൂമുൻ കാലടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ നടന്നുപോയ വഴികൾക്ക് ചവിട്ട് പതിന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അതിനെ റസൂമെന്ന് പറയുന്നു. അപ്പോ അംസത്ത് റുസൂമുൽ റസൂലി ഫിൽ ഹുജുബി, സാധാരണ വഴികളിലല്ല, ഹുജുബിലാണ്. ഹിജാബിന്റെ ജമ്മാണ് ഇത് ഹുജുബ്. അപ്പൊ ഇസ്രാ മിറാജിലേക്കുള്ള സൂചനയാണിത്. ആദ്യം മുസ്ലിയ ബിജിസ്മിഹി, എന്നിട്ടോ കാലിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ ജസദോടുകൂടി തന്നെയാണ് മിറാജ് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇനി അവിടെ പോയിട്ട് കണ്ട കാഴ്ചകളെ പറ്റിയാണ് പറയുന്നത്. അതൊക്കെ ഐബിയാത് കൊണ്ട് ഒരളവോളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കണ്ടാൾ ആരുമില്ലല്ല. ആ രംഗത്തിന് സാക്ഷിയാതാരാന്ന് തങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൈഫിയത്തോ അതിൻ്റെ ഹഖീഖത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. എന്താ? فكم من عجيب قد رآه فما اشتهى إليه بزيغ عن مراد وما التهى فما زال يقفو إثره بعد منتهى مسيره جبريل حتى إذا انتهى إلى بحر نور ليس فيه يعوم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അപ്പം അവിടെ വെച്ച് ഒരുപാട് അജായിബുകൾ കണ്ട്. അപ്പം അജായിബ് കണ്ടപ്പോൾ ഏതെല്ലാം നോക്കണമെന്നാണോ ഇതാ കാണിച്ചത്, അതിൽ മാത്രം തങ്ങൾ ശ്രദ്ധ ഒതുക്കി നിർത്തിയെന്നാണ്. മാ സാഖൽ ബസ്റു വമാ തഗാ എന്നാ പറഞ്ഞത്.
അതിനപ്പുറം കാണണം, മനസ്സുകൊണ്ട് ആഗ്രഹപ്രകാരം കൊതിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല, കണ്ണ് തെറ്റിച്ചിട്ടില്ല. മാ സാഗൽ ബസർ വമാ തഗ, അതിനൊമ്പന്നുള്ള വന്നജമീത ഹവ മാല്ല സാഹിബക്കും വമാ ഹവ. പിന്നെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അലാ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അതിനെ പറഞ്ഞത് മാ സാഗൽ ബസറു വമാ തഗ. അതായത് ഇന്നത് നോക്കിക്കോ, ഇന്നത് കാണുക എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനിച്ചതിൻ്റെ അപ്പുറം എന്താക്കി അതും കൂടി ആഗ്രഹിക്കുന്ന വെച്ച് അതിലേക്ക് കണ്ടു തെറ്റിച്ചിട്ടില്ല. അതാണല്ലോ ഹവാരിഫിൽ പറഞ്ഞത്, പറഞ്ഞ സ്ഥലത്ത് നിൽക്കല അതബ് എന്ന് പറഞ്ഞത്. കാണാൻ പല അജായിബുണ്ടാവും, അങ്ങോട്ട് ശ്രദ്ധ തിരിക്കാൻ പറയാത്തത് എന്താക്കിയിട്ടില്ല, ശ്രദ്ധ തിരിച്ചിട്ടില്ല. അതുപോലെ കണ്ടിട്ട് മതി മറന്നു പോയിട്ടുമില്ല. അതാണ് ഖദർ ആഹു, എത്ര എത്ര അജായിബുകളാണ് കണ്ടത്. ഫമഷ്തഹ ഇലൈഹി ബിസൈഖിൻ, എന്താ മനസ്സിൻ്റെ സൈഖ് കൊണ്ട് അതിലേക്കൊന്നും എന്താക്കിയിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അൻ മുറാദിൻ, അള്ളാഹുവിൻ്റെ മുറാദും വിട്ടിട്ട്. അള്ളാഹുവിൻ്റെ മുറാദായ ഒന്നുണ്ടല്ലോ അതിനെയും വിട്ടിട്ട് സൈഖ് കൊണ്ടുണ്ടായില്ല, മറ്റിലേക്ക് ശ്രദ്ധ തിരിച്ചില്ല. വമൽതഹ എന്ന് പറഞ്ഞാൽ മറ്റുള്ളത് കൊണ്ട് എന്താക്കാൻ ലഹുവിലായിട്ടില്ല. അത് മാ സാഗൽ ബസറു വമാ തഗാന്റെ തഫ്സീലാ പറഞ്ഞത്. ഫമാസാല യഖുഫു ഇസ്റഹു, തങ്ങളുടെ പിന്നാലെ തുടർന്നു പോകുന്നു. ആര്? മുസായിറുഹുവിൻ്റെ ഫായില് വരുന്നുണ്ട്. അപ്പം ബൈത്തിലേക്ക് നോക്കിയിട്ട് എന്താക്കും, മത്തിലേക്ക് നോക്കിയാൽ മുസായിറുഹു എന്നുള്ള മുബത്തദയാണ്, റഫ തന്നെ. ഈ മുഹമ്മദിലേക്ക് നോക്കിയിട്ട് യഖുഫുവിൻ്റെ ഫായില് വന്നു, എന്നാലും റഫ തന്നെ. ബാദ മുൻതഹ എന്ന് പറഞ്ഞാൽ മുൻതഹ സിദ്റത്തുൽ മുൻതഹ, നമ്മൾ മൗസൂഫ് കളഞ്ഞിട്ട് എന്താക്കി സിഫത്ത് മാത്രം പറഞ്ഞതാണ്. എന്താ സിദ്റത്തിൽ മുൻതഹ, അവ സിദ്റത്ത് എന്നുള്ളത് കളഞ്ഞിട്ട് മുൻതഹ മാത്രം പറഞ്ഞ് ബാദ മുൻതഹ സിദ്റത്തുൽ മുൻതഹാന്റെ ശേഷം ആര് ബിംബിച്ച്? മുസായിറുഹു, തങ്ങളുടെ കൂടെ യാത്രക്കാരനായ ആള്. ആരാന്നത്? ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം. അതെ, മറ്റേത് മുബത്തദയാക്കുമ്പോൾ മുസായിറുഹുവിൻ്റെ ഖബറാണ് ജിബ്രീൽ. ഇങ്ങനെ അർത്ഥം വെക്കുമ്പോൾ എന്തായി? യഖഫു മുസായിറുഹു ജിബ്രീൽ, ജിബ്രീൽ ബദലായി, തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ചങ്ങാതി ജിബ്രീൽ അലൈഹിസ്സലാം. ഹത്താ ഇദൻതഹ ഇലാ ബഹ്റിൻ നൂർ, ബഹ്റിൻ നൂറിലേക്ക് എത്തി. അത് ഗൈബിലുള്ളൊരു പ്രത്യേക സ്ഥലമാണ്. എന്നിട്ടോ ലൈസ ഫീഹി, അത് ആ ബഹ്റിൻ നൂറല്ല, ആരിക്കില്ല യഊമു, യഊമുന്റെ ലമീറത്തേക്ക് മുസായിറിന്റെ പ്രവേശനമില്ല. ബഹ്റിൻ നൂറിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രവേശനമില്ല. അപ്പം അവിടെ തങ്ങളെ പോകണം. അതിൽ കഥേറ് പറഞ്ഞേ അത്താലി ബഹ്റിൻ നൂരി. ഇത് എന്നിട്ട് കൈ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് നോക്കാണ്ട് ഇതൊക്കെ കൈ പോകുന്ന തിരിയില്ലല്ലോ. അത് പണ്ട് കോഴിക്കോട്ട് ഫോൺ ചെയ്യുന്നു, ഇതുപോലത്തെ ബെല്ലുണ്ടോ? എന്താ ഇവിടെ ഇവിടെ ഇതാ ആ സീറത്തുൽ അകത്ത് അതിൻ്റെ മുകളിലെ താപ്പ ഒരു മണ്ണുള്ള കിതാബ് വെച്ചാൽ ഇങ്ങോട്ട്. അത് ഉമർക്കാതെ അങ്ങനെ തന്നെ വിറ്റാക്കിയിട്ടത് അതിനെ. وسريت ليلا لا يزال بهيما فوق البراق مسرجا مزموما ترقى يسايرك الأمين نديما. അമീൻ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. തർക്ക എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇങ്ങനെ പൊങ്ങി മേലോട്ട് പോകും. യുസായിറുക്കൽ അമീനു, യുസായിറുന്റെ ഇസ്മുഫായിലാണല്ലോ മുസായിർ. تعالوا لحضرة قدسه تقديما صلوا عليه وسلموا تسليما. إذا قرنا إذ جاء إلى كل السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما.
ഇത് ജാ ഇലാ കുല്ലി സമായി തസഫഫാന്റെ ഫായിലാണ് റുസുലും വ അംലാക്കുൻ എല്ലാവരും സഫ് കെട്ടി ബറാ അൽ മുസ്തഫ ഫീഹിം ഇമാമൻ قدموه مشرفا صلى بكل خلفه مأموما عند اتفاق نبينا بالأنبياء وكرام رسل الله لما أسريا عنوه تبشيرا بجاه أوتيا كل يرحب لاهكا وبسيما صلوا عليه وسلموا تسليما فرأى على عجب أباه إذا نظر يمناه يضحك والشمال إذا بصر يبكي ويحيى والمسيح ومن حضر ورأى الخليل ويوسفا وكليما صلوا عليه وسلموا تسليما ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما حتى لبحر النور جبريل وقف في شطه رعبا فودع وهتف ഞാൻ ഇവിടെയും പറഞ്ഞത് ബഹറുന്നൂർ വരേണ്ടുള്ള ജിബിലിന് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അവിടെ എത്തിയപ്പോൾ എന്തായി? അവിടെ വക്കഫ, അതിന് കരയിൽ നിന്ന് റൂഅബൻ, അതിനപ്പുറം കിടക്കാൻ പേടിയാണ്. ഫവദ്ദഅ, തങ്ങളുടെ യാത്ര പറഞ്ഞു. വഹതഫ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ صلوا عليه وسلموا تسليما. അപ്പോൾ ഉടമ്പരെ വന്നിട്ട് എന്നെ ഒറ്റക്ക് ഇറുകയാണോ എന്ന് ചോദിച്ചു പറഞ്ഞു. എൻ്റെ അപ്പുറം പ്രവേശനമില്ല, അത് തങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിനപ്പുറം പോയാൽ ഞാൻ എന്താക്കും? അതവ് കെട്ട ആളാണ്. എന്നിട്ടാണ് മുപ്പത് പറഞ്ഞത് في الرفرف الخضر الشفي شريف مقدما للحضرة العلجاء فردا بعدما جبريل قام مقامه المعلوما صلوا عليه وسلموا تسليما. അത് അവിടെ പിരിഞ്ഞല്ലോ. ജാ മഖഅദ സിദ്ഖി, ഖുർആനിലുണ്ട് ഫീ മഖഅദ സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. هذا معلما في الرفرف الخضر الشريف مقدما للحضرة العلياء فردا فردا بعدما جبريل بعدما قام جبريل مقامه المعلومة. ജിബ്രീൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മൂപ്പർ അടങ്ങുന്നു. ഇതിൻ്റെ അപ്പുറം ആർക്കും പ്രവേശനമില്ല. അത് തന്നെയാണ് മൂപ്പർ എന്താക്കിയത് ഇവിടെയും കൊണ്ടുവന്നത്. അതാ ഫമാസാല യഖഫു ഇസ്റഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പിന്നാലെ തുടർന്നു പോയി. ബാദ മുന്താട്ട് ആര് മുസായിറുഹു ജിബ്രീലു ഹത്താ ഇദൻതഹാ ഇലാ ബഹരിനൂർ, ബഹരന്നൂറിലേക്ക് എത്തിയപ്പോൾ ലൈസ ഫീഹി യഊമു, മൂപ്പർക്ക് അതിലില്ല പ്രവേശനമില്ല. വെള്ളത്തിലേക്ക് പ്രവേശനത്തിന് ആമാന്ന് പറയുന്നു, നീന്തല് മുങ്ങല്. എന്നിട്ടോ തബക്കാ ഫമർഊബൻ മഹൂലം മുകമ്മദാ ونور جلاه كاد أن يتخمدا فلما به نور الحجاب تغمدا ملا قلبه رعبا فنادى محمدا اللهم صل عليه وسلم تقدم ودعنيك دعاك عليم. توقف ونا جبريل നിന്ന് ജിബ്രീലാണ് നിന്നത്. മർഹൂബൻ, പേടിയുള്ളവരായിട്ട്, മഹൂരൻ അത് ഖായിഫൻ, മുഖമ്മദൻ വളരെ ദുഃഖിതരായിക്കൊണ്ട് തങ്ങളെ പിരിയേണ്ടി വന്നതിലെന്തായി? ദുഃഖിതരായി. വനൂറു ജിലാഹു, അവരുടെ തടിയുടെ ആ വാത്തിൻ്റെ നൂറ് കാദ അയ്യത്തഹമ്മദ, ബഹരന്നൂറിലേക്ക് ചേർത്തിട്ട് അത് കുറച്ച് മങ്ങുന്ന അവസ്ഥ പോലെ എത്തിപ്പോയി. അപ്പോൾ ജിബ്രീലിൻ്റെ ദാത്തിനെ കാണാം, പ്രകാശം അപ്പുറമുണ്ട്.
ഫലമ്മ തഗമ്മദ ബിഹി നൂറുൽ ഹിജാബി, നൂറുൽ ഹിജാബ് എന്തായി? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ ജിലാനെ മൂടി. തഗമ്മദ മല ഖൽബുഹു, അവരുടെ കൽബ് നിറഞ്ഞു പോയി. ലമ്മാന്റെ ജവാബാണത്. പേടിയ റുഅബൻ. എന്നിട്ടോ ഫനാദ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞ് തഖദ്ദം, തങ്ങൾ മുന്നോട്ട് പോയിക്ക്, വദഅനി, എന്നെ വിട്ടേന്ന് പറഞ്ഞു. അതിലെ ഫാദിപ്പുറം പറഞ്ഞത് എന്താണ്? ഖദ്ദഅക അലീമു, അലീമായ ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല തങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. തഅനി തഖദ്ദം യാ ഹബീബി അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാനു. അതാ അത് മനസ്സിലായില്ലേ? ഇനി وقال لجبريل النبي محمد أتتركني فردا إلى أين أعمد فقال إلى الأعلى الرفيق فتحمد مقامي معلوم وها أنت أحمد وربك تبدو من لدنه علوم صلاة وتسليم وأزكى تحيتي على المصطفى المختار. അപ്പോൾ ഇവിടുന്ന് വെട്ടുപിരിയാനല്ല പോകുന്നത്. ഫഖാല അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ജിബ്രീലിനോട് പറഞ്ഞു, ആ തതുറുക്കുനി ഫർദൻ, എന്നെ ഒറ്റക്ക് തങ്ങൾ കൈവിടുകയാണോ? ഇലാ ഐന അഹ്മദു, ഇത് ഞാൻ അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് പോകേണ്ടത്. ഫഖാൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇലൽ റഫീഖിൽ അഅ്ലാ, റഫീഖുൽ അഅ്ലയിലേക്ക് പോയിക്കോന്ന് വെച്ചാൽ അതാ മിൻ ഇദാഫത്തി സിഫത്തിൽ മൗസൂഫ് ഇലൽ അഅ്ലാ റഫീഖിന് റഫീഖുൽ അഅ്ലാ. റഫീഖുൽ അഅ്ലാ കൊണ്ട് ഉദ്ദേശിക്കും അല്ലാഹു തആലയാണ്. ഫതുഹമ്മദു, തങ്ങൾ അവിടെ സ്തുതിക്കപ്പെടുന്നവരാണ്. എന്നിട്ടോ മഖാമിയ മഅലൂമുൻ, എൻ്റെ പതിവൊരു മഅലൂമാണ്, അതിനപ്പുറം കടക്കാൻ പറ്റൂല എന്ന് ജിബ്രീൽ ജിബ്രീലു ഖാമ മഖാമഹുൽ മഅലൂമ എന്നാണ് പറഞ്ഞത്. വഹാ അൻത അഹ്മദു, തങ്ങൾ അഹ്മദാണ്. വറബ്ബുക, തങ്ങളുടെ റബ്ബ്, തബ്ദു മിൻ ഉലൂമും മിൻ ലദുന്നു, അവൻ്റെ വക്കൽ നിന്ന് ഒരുപാട് ഉലൂമുകൾ അതാ വെളിപ്പെടാൻ പോകുന്നുണ്ട്. തങ്ങൾ അഹ്മദാണ്, എനിക്ക് മഅലൂമായ മഖാം, വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം എന്ന് മലായികത്ത് പറഞ്ഞല്ലോ. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനമുണ്ട്, അത് വിട്ടുകിടക്കാൻ പറ്റൂല. അപ്പൊ അവിടെ എന്താക്കി പിരിഞ്ഞ് فودعه أملاكه المسعدونه ولولا بحار النور ما يفردونه فلما مضوا عنه وهم مسعدونه مسى وحده والحجب ترفع دونه وأملاكها تسعى له وتقوم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. فودعه, അപ്പോൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ആര്? അംലാക്കുൽ മുസ്ഇദൂനഹു, തങ്ങളെ പിന്തുടർച്ച് വന്നിരുന്ന മലായികത്ത് മുഴുവനും. അൽ മുസ്ഇദൂന, അപ്പോൾ ഹൂ എന്നുള്ളത് അതിൻ്റെ മഫ്ഊലായിട്ട് ഇളാഫത്താക്കിയതാണ്. മലായികത്ത് ധാരാളം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ജിബ്രീൽ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും അവലെ കൊണ്ടും പിരിയുമല്ലോ. വലൗല ബിഹാറുന്നൂർ, ബിഹാറുന്നൂർ ഇല്ലായിരുന്നുവെങ്കിൽ മാ യുഫ്രിദൂനഹു, തങ്ങളെ ഒറ്റക്കാക്കുമായിരുന്നില്ല. ഒറ്റക്കാക്കാൻ അവർക്ക് താല്പര്യമില്ല. ഫലമ്മ മദൗ അൻഹു, തങ്ങളെ തൊട്ടെന്താക്കി ആ അംലാക്കെല്ലാം പിരിഞ്ഞതിന് ശേഷം എത്തരത്തിൽ വഹും മുസ്ഇദൂനഹു, അവർ തങ്ങളിങ്ങനെ കയറ്റി കൂടെ പോകുകയല്ലേ. അപ്പൊ അങ്ങനെ പോയപ്പോൾ മശാ വഹദഹു, അതിന്റെ ജവാബത മശാ വഹദഹു, തങ്ങൾ ഒറ്റക്ക് നടക്കേണ്ടി വന്നു. ഫർദൻ എന്ന് പറഞ്ഞില്ല, ലിൽഹദ്റത്തിൽ അൽയായി ഫർദൻ ബഅദമാ ജിബ്രീൽ ഖാമ മഖാമഹുൽ മഅലൂമ വൽ ഹുജബു, എല്ലാ ഹിജാബുകളും തുർഫഉ ദൂനഹു, തങ്ങളെ മുമ്പിൽ അങ്ങ് ഉയർത്തപ്പെടുകയാണ്, ഒരു ഹിജാബും ഇല്ല. വഅംലാകുഹ, ആ ഹുജബിലുള്ള മലായികത്തുകൾ തസ്അലഹു വതഖൂമു, തങ്ങൾക്ക് വേണ്ടുന്ന ഖിദ്മത്തിന് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ഇതാ വരുന്നുണ്ട്. തസാമ
تسامى إلى الأعلى لينظر نظرة بناظر وجه الناظر النعم نظرة على الرفرف الخضر العجيبات خضرة ممشا على الأفلاك يقصد حضرة بها الله ساق والشراب قديم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية തസാമ ഉന്നതിയിലേക്ക് പോകുകയാണ് ഇലൽ അല. അതാ അയലയിലേക്ക്. എന്തിനാൽ ലിയൻളുറ നളിറത്തൻ, ഒരു നളിറത്ത് കാണാൻ വേണ്ടി. എന്തിനാ നിറത്ത്? ബിനാദിരി വജഹ്, മുഖത്തുള്ള നാദിര് കൊണ്ട്. എന്നുവെച്ചാലോ അള്ളാഹുവിന്റെ ലിഖാ മുഖത്തിന് നിലറെന്ന് പറഞ്ഞാൽ ഇത് മനാമിയോ വെറും സുഹൂദിയല്ല. ബിനാദിരി വജഹിൻ, എങ്ങനത്തെ നാദിരിൻ, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ വജ്ഹി റബ്ബിഹാ നാദിറ. ഒന്ന് നാദിറ ലാദാണ്, പ്രസന്നമായ മുഖം. മറ്റേതോ നോക്കുന്നത് നളറ. ഇവിടെ തന്നെ ബിനാദിരി നിഅമ നളറത്തൻ. അപ്പൊ എന്തൊരു വളരെ നളറത്തിനാൽ മുന്തിയത്. അലർ റഫ്റഫിൽ ഖുളിരിൽ അജീബത്തി ഖുളറത്തൻ, പച്ച കളറിനാൽ അജീബായ പരവതാനിയിൽ നിന്നുണ്ട്. റഫ്റഫിൽ അല്ലായി ഇതിപ്പം പറഞ്ഞിട്ടുണ്ട്. പച്ച പരവതാനി എന്നാ പറയുന്നത്. റഫ്റഫിൽ ഖുളിരിൽ അജീബത്ത് ഖുളറത്തൻ, പച്ച നിറത്തിനാല്. മുമശ്ശൻ അലൽ അഫ്ലാഖ്, അഫ്ലാഖിന്റെ മേൽ കാൽനടയായി സഞ്ചരിക്കുന്നവരായിട്ട് യക്സിദു ഹളറത്തൻ, ഒരു ഹളറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇങ്ങനത്തെ ഹളറത്ത് ബിഹല്ലാഹു സാഖൻ, ആ ഹളറത്തിൽ വെച്ച് അല്ലാഹു തആല സാഖിയാണ്. വശറാബോ ഖദീമുമാണ്. ചുരുക്കത്തിൽ കുപ്പിയിലാക്കിയ വെള്ളം കുടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മാനവീയായ ഷറാബ ഉദ്ദേശിക്കുന്നത്. ഷെരിബിനാന്ന് പാട്ടുപാടില്ലേ? എപ്പം പാട്ടി കേട്ടാനല്ലേ ഷെരിബിന 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 നുക്തത്തൻ, നമ്മൊരു തുള്ളിയാ കുടിച്ചത്. ഫഹിംന, അവിടെ ഹാമയഹിമോന്റെ ഫീലാണത്. ഇതിലാണ് ഫഹിമയഫ്ഹമു അല്ല, ഹാമയഹിമു. അപ്പൊ മുത്തകല്ലിം എന്തായിരിക്കും? ഹിംന, ഫാ അത്ഫിനർഫ്. ആ ഷറാബിനെ പറ്റിയാ പറയുന്നത്. ശറാബുൻ ലദീദും മാ അലൽ അഖ്ലി അലീസുൻ വഅഹദും വവഅദും മാ അനിൽ ഹഖ് ഹമീദും വമഹ്മൂദുൻ റസൂലും വബഈസുൻ محب ومحبوب ومثمى ثالث وقرب ووصل للحبيب يدوم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ഷറാബുൽ ലദീദ്, അത് ലദീദായ ഷറാബാണ്. മാ ആലിസുൻ അലൽ അഖൽ, അഖലിന് ഭ്രാന്തുണ്ടാക്കുന്ന സൈസല്ല. അത് ഇവിടുത്തെ കള്ളം. അഖലിന് കോട്ടമുണ്ടാക്കുന്ന കള്ളല്ല. അഹദും വഅദുൻ, ഒരു അഹദും ഉണ്ട് വഅദും ഉണ്ട്. മാ അനിൽ ഹഖി മാലിസുൻ, ഹക്കിനെ തൊട്ട് തെറ്റുന്നില്ല. മാ നഫിയാന്ന്. ഹമീദും മഹമൂദും റസൂലും വബായിസുൻ, തങ്ങൾക്കുള്ള ഓരോ ഔസാഫുകൾ വന്നതാണ്. തങ്ങൾ ഹമീദുമാണ്, മഹമൂദുമാണ്, റസൂലുമാണ്, ബായിസ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ബാസ, ഹക്കിലേക്ക് പ്രേരിപ്പിക്കുന്നവരുമാണ്. മുഹിബ് മഹബൂബ് കണ്ടോ? വമാ സമ്മ സാലിസുൻ, മൂന്നാമത്തിനാണ് പറയാനില്ല. മുഹിബ് തങ്ങളാണെങ്കിൽ മഹബൂബ് അല്ല, മുഹിബിൻ അള്ളയാണെങ്കിൽ മഹബൂബാരി തങ്ങൾ, മുഹിബും മഹബൂബും. ഫമാ സമ്മ സാലിസുൻ, മൂന്നാമത്തിനാളവിടെ പറയാനില്ല.
ഇനി അവിടെ എന്തുണ്ടായത് ഖുർബും വസുലും യദൂമുലിൽ ഹബീബ്, ഹബീബിന് വേണ്ടി ഖുർബും വസുലും എല്ലാം അങ്ങ് നിലനിൽക്കുകയാണ്. അതിലെ ഇസ്രാ മേറാജും കഴിഞ്ഞെന്താക്കി തങ്ങൾ മടങ്ങി വന്നു. സാബിത്തുറിയ നാടെ നിൽക്കേണ്ട ആളാന്ന്, പക്ഷെ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്നാന്ന് പറഞ്ഞത്. സാബിത്തുറ മിനസ്സുറ ഇലസ്സറ ثانيا ما ثالثا بل ثانيا لم ثالثان. മൂന്നാമത്തിനാക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ടാ വരുന്നെന്ന്. മാസാല സാലിസൻ അതെന്നാണ് ഇത്? മുഹിബ്ബൻ വ മഹബൂബൻ വമാ സമ്മ സാലിസ് വ ഖുർബൻ വ വസ്ലുൻ യദൂമു ലിൽ ഹബീബ്. എന്നിട്ടോ വ ഔഹാ ഇലൈഹി സിറാലിയുബിനഹു وأملكه الجنات مع ما خابينه ألا نافى المولى نواه وبينه متى يجمع الرحمن بيني وبينه فشوقي إليه موقعد ومقيم. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. وأوحى إليه തങ്ങളിലേക്ക് വഹി അറിയിച്ചു. അസ്സിറ പല സിറുകളെയും വഹി അറിയിച്ചു. ഫഹയില അബ്ദിഹി മാ ഔഹ എന്ന് പറഞ്ഞു. മാ എന്നുകൊണ്ട് അവിടെ ബയാൻ പറഞ്ഞില്ലല്ലോ. ഫഹയില അബ്ദിഹി മാ ഔഹ ഇബ്ഹാമായിട്ടാണ് നിർത്തിയത്. ആ സിറാകം എന്തുണ്ട്? ലാൽ യുബീനഹു അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താനുള്ളതല്ല. അബാന യുബീനു അത് മറ്റുള്ള ജനങ്ങൾക്ക് വെളിപ്പെടുത്തുവാനുള്ളതല്ല ആ സിറ്. വംലക്കഹുൽ ജന്നാത്തി ജന്നാത്തിനെ സ്വർഗത്തിനെ തങ്ങൾക്ക് അല്ലാഹു തആല മിൽക്കാക്കി കൊടുത്തു. ഏതോടൊപ്പം മഅമാ ഖബൈനഹു ആ സ്വർഗത്തിൽ മറച്ചു വെക്കപ്പെട്ട എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഒപ്പം എന്താക്കി തങ്ങൾക്ക് മിൽക്കാക്കി. ഇനി മൂപ്പതാ പറഞ്ഞ ഫഹല്ലാ നഫൽ മൗല മൗലയായ അല്ലാഹു തആലക്കൊന്ന് ഇല്ലായ്മ ചെയ്തൂടെ? ഒരു ദുആയാണ്. മൗല അല്ലാഹു തആല ഒന്ന് ഇല്ലായ്മ ചെയ്തൂടെ? നവാഹു തങ്ങളുടെ വേർപാടിനെയും വബൈനഹു തങ്ങളുടെ അകൽച്ചയെയും ഒന്ന് ഇല്ലായ്മ ചെയ്തു എന്നുള്ളേ അള്ളാഹിനോട്. ബാനയബീനു അതിൽ നിന്നാണല്ലോ ബൈനി ബായിനായതലാക്ക് എന്ന് പറയില്ലെന്ന്. അതിൽപ്പെട്ടാണ് നവാഹു. നവാ എന്ന് പറഞ്ഞാൽ വേർപാട്. വബൈനഹു അത് ബൈന നവാന്റെ മുള്ള അത്തഫാന്ന്. ഈ ബൈന ലർഫിയായ ബൈന അല്ല ഇത്. ബാനയബീനു ബൈനൻ അതിൽ നിന്നാ ബായിൻ. അപ്പൊ തങ്ങളുടെ വേറും അകൽച്ച ഇല്ലായ്മ ചെയ്തൂടെ? എന്നിട്ടോ റഹ്മാനു റഹ്മാനായ അല്ലാഹു തആല എപ്പോഴാണ് ഒരുമിച്ച് കൂട്ടുക? ബൈനി വ ബൈനഹു ആ ബൈനി ഏതാണ്? ലർഫിയ എന്റെയും തങ്ങളുടെയും ഇടയിൽ. എന്തുകൊണ്ട്? ഫശൗഖി ഇലൈഹി തങ്ങളിലേക്കുള്ള എൻ്റെ ഷൗക്കിന്റെ മാനലും അലഹീക്കത്തൊക്കെ നമ്മൾ പണ്ട് ഓതിയതാണ്. മുഖഇദുൻ വ മുഖീമു എന്ന ഇരുത്തുകയും നിർത്തുകയും ചെയ്യുന്നു എന്ന് അസ്വസ്ഥനാക്കുകയാണ്. നിൽക്കാനിരിക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയല്? അപ്പം ഒരവസരത്തിൽ എന്താക്കും? എന്നെ ഇരുത്തിക്കളയും, ഒരവസരത്തിൽ എണീപ്പിക്കുന്നു. അപ്പോൾ നിന്നാൽ തോന്നും ഇരിക്കണം, ഇരിക്കാൻ തോന്നും നിൽക്കണം. ആ ഷൗക്ക് കാരണത്താൽ. അതുകൊണ്ട് എപ്പോഴാണ് എൻ്റെയും തങ്ങളുടെയും ഇടയിൽ റഹ്മാനായ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക? ആ അകൽച്ചയൊന്നില്ലായ്മ ചെയ്തൂടെ? ചെയ്യണമെന്നുള്ള തലബാണത്. وكلفت قلبي عن تلاقيه صبره فلم يرضى إلا بتواصل جبره رجائي من المولى أراه وقدره
منائي من الدنيا أقبل قبره وأبكي ذنوبا بينهن أهيم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وكلفت قلبي എൻ്റെ കൽബിനെ ഞാൻ എന്താക്കി നിർബന്ധിക്കുകയാണ് സബറഹു ആ കൽബിൻ്റെ സബറിനെ എന്തിനെ തൊട്ടുള്ള സബർ അൻ തലാഖിഹി തങ്ങളെ കണ്ടുമുട്ടൽ ഒഴിവാക്കിയതിലുള്ള സബർ സബറ എന്ന് പറഞ്ഞാൽ അല ഇട്ടിട്ട് പ്രയോഗിക്കും അത് ഉള്ള സാധനമാണ് സബറ അല എന്ന് പറഞ്ഞാൽ ആ സാധനം ഇന്നതിൻ്റെ മുകളിൽ അന്നിട്ട് പറഞ്ഞാലോ കിട്ടാത്തതുകൊണ്ട് സബറ അൻ അത് എനിക്ക് മറ്റേ കുഴപ്പമാണല്ലോ അസ്സബറു അനിൽ മആസി മാസിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സബർ അതേ അവസരത്തിൽ അസ്സബറു അലൽ ഹിന ഹിന ഉണ്ടാകുമ്പോൾ ഒരു സബറുണ്ട് ഇത് ദൂർത്തടിക്കാതെ കണ്ടും അതിന് ഹക്കിൽ മാത്രം ചിലവാക്കാനുള്ളതാണ് അല. അപ്പൊ അല എന്ന് പറയുമ്പോൾ ഇപ്പം മൗജൂദായ സാധനത്തിന്റെ മുകളിലാണ് അന്നം തന്നെ ഒഴിവാക്കലാണ്. അപ്പൊ അൻ തലാഖി എന്നവിടെ പറഞ്ഞു, അല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തങ്ങളെ കണ്ടുമുട്ടൽ ഒഴിവാക്കുന്നതിന്റെ പേരിലുള്ള സബർ എൻ്റെ കൽബിനെ ഞാൻ നിർബന്ധിച്ചുണ്ടാക്കുകയാണ്. സബർ വരുന്നില്ല. കല്ലഫ്തു കൽബി സബറഹു രണ്ടാം മഫ്ഊലാന്നുണ്ട്. എന്തിനെ തൊട്ട് അൻ തലാഖി എന്നിട്ടോ ഫലം നിറല ജബറഹു അതിന് പരിഹാരമാർഗമായി പൊരുത്തപ്പെടുന്നില്ല. ഇല്ലാ ബിത്തവാസുൽ തങ്ങളുമായി ചേരലല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞാൽ അതൊന്നിവിടെ തൃപ്തിയല്ല. റജാഇ മിനൽ മൗല മൗലന്റെ വക്കൽ നിന്ന് എൻ്റെ ആഗ്രഹം അറാഹു തങ്ങളെന്ന് കാണലാണ്. വ ഖദ്റഹു തങ്ങളെ ഖദറിനെയും അറിയണം. വെറും ഒരു കാണലിൽ അബൂജഹലും കണ്ടിട്ടുണ്ടല്ലോ. അതാ ഖദർ. അപ്പൊ ഖദർ ഉൾപ്പെടെ ഖദറിനെ അറിയലോടുകൂടിയുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താക്കണം? അബൂജഹൽ കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ കണ്ടതോ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതാ ഖദറോടുകൂടി കാണില്ല. മുനാഹി മിനദ്ദുന്യ ദുന്യാവിൽ നിന്ന് എൻ്റെ ആഗ്രഹം മുഖബ്ബിലു ഖബ്റഹു തങ്ങളെ ഖബർ ചുംബിക്കലാണ്. എന്നിട്ടോ വാബുക്കീന്നുണ്ടാവും, ഞാൻ കരയലും. ദുനൂബൻ ചില ദുനൂബുകളെ ഓർത്തിട്ട് കരയൽ. എങ്ങനത്തെ ദുനൂബാണ്? അഹീമു ബൈനഹുന്ന അതിൻ്റെ ഇടയിൽ ഞാൻ നട്ടം തിരിഞ്ഞ് കളിക്കുകയാണ്. എന്താന്നുള്ള നട്ടം അഹാമയഹീം ഉണ്ടല്ലോ, നട്ടം തിരിയൽ. ഇനി മൂപ്പറ കുറെ ദ്വയകളാണ്, രണ്ടുപേരെ മതിയാക്കാം. تعاتق أهدي من ذنوبي تعاتقا وثقلت منها بتحملي عتيقا نصيبي مدحه أتم على بقاء ماشي على فوق شبابي ولا تقى فيا مرسلا بالمؤمنين رحيم صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات تعاتق എന്ന് പറഞ്ഞാൽ കുറേ പഴകി. അഹദി എൻ്റെ കാലഘട്ടം. ബിദ്ദുനൂബി ദോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടം വളരെ പഴകിയിട്ടുണ്ട്. തആതുകൻ തആതകന്റെ മഫ്ഊൽ മുത്ലഖാണ്. തആതക തആതുകൻ അഹദി ബിദ്ദുനൂബ്. എന്നിട്ടോ വസക്കൽതു മിൻഹ ആ ദുനൂബുകളാൽ ഞാൻ ഭാരമാക്കിയിട്ടുണ്ട്. ആതിഖൻ എൻ്റെ പെലടി ബിത്തഹമ്മുലി അതിങ്ങനെ വഹിച്ചു നടക്കൽ കൊണ്ട്. നസീബി എൻ്റെ നസീബ് ബി മദ്ഹീഹി അതാണ് മദ്ഹീഹി. അവിടെ 3 കലിമത്തുണ്ട്. ഒന്ന് മദ്ഹി മസ്തറാണ്. മദ്ഹി എന്ന് പറയുമ്പോൾ ഫായിലാണ്, ഞാൻ. ഹി അതിൻ്റെ മഫ്ഊലാണ്. അപ്പം ഞാൻ തങ്ങളെ മദ്ഹി ചെയ്ത് കൊണ്ട് എൻ്റെ നസീബ് അതമ്മു അതമ്മാണ്.
അല ബക്ക എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ഫിർദൗസ് എന്നുവെച്ചാൽ സ്വർഗം കിട്ടല്ലേ. മഷീബി എൻ്റെ നര അല ഫൗക ശബാബി യൗവനത്തിൻ്റെ മേലെ മറികടന്നിരിക്കുകയാണ്. യൗവനം പോയിട്ട് മഷീബ് വന്ന് യഥാർത്ഥത്തിൽ വലാത്തുക തക്കവയാണെങ്കിൽ ഇല്ലതാനും. അതുകൊണ്ട് ഫയാ മുർസലൻ ബിൽ മുഅ്മിനീന തങ്ങളെ വിളിക്കുന്നു. ഫയാ മുർസലൻ ബിൽ മുഅ്മിനീന റഹീമൂൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? തസഫഹ വംഹു കുല്ലിയ റജ്ജിനി വസല്ലിം വഖല്ലിസ് വശ്ഫി വർഫഅ മുസജ്ജനി تعطف تلطف واعف وارأف ونجني مجيب لك الباري فسله ينجني إذا برزت للمجرمين جحيم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. تشفع ആദ്യം വിളിച്ചില്ലേ ഫയാ മുർസലൻ, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. തസഫഹ എന്ന് പറഞ്ഞാൽ തെറ്റുകൾക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്യണം. വംഹു മായ്ക്കണം. എന്നിട്ടോ കുല്ലിയ എന്നോട് പറയണം റജ്ജിനി എന്നെ കൊണ്ട് ആഗ്രഹിച്ചോളേന്ന് പറയണം. റജ്ജായു റജ്ജി. വസല്ലിം എന്നെ രക്ഷപ്പെടുത്തണം. വഖല്ലിസ് എന്നെ മോചിപ്പിക്കണം. വശ്ഫി ശിഫയാക്കി തരണം. വർഫഅ ഉയർത്തണം. മുസജ്ജിനി സജ്ജന എന്ന് പറഞ്ഞാൽ സജ്ജൻ എന്ന് പറഞ്ഞാൽ മനോദുഃഖം എന്നാണ് അർത്ഥം. അസ്ജാനി. അപ്പം മുസജ്ജി എന്തായി? മുസജ്ജിൻ ദുഃഖത്തിനുണ്ടാക്കുന്ന. അപ്പം ഇസ്മു ഫായിലായി. സജ്ജന യുസജ്ജിനു മുസജ്ജിൻ അതിൻ്റെ മഫ്ഊലാണ് നീ എന്ന് പറഞ്ഞ മുത്തകല്ലിം. അപ്പം എന്നെ ദുഃഖത്തിലാക്കുന്ന കാര്യങ്ങളെല്ലാം ദൂരീകരിക്കണം എന്നായി. മനസ്സിലാകുന്നില്ല? തഅത്തഫ് തങ്ങളിങ്ങോട്ട് കാരുണ്യം കാട്ടണം. തലത്തഫ് ലുത്ഫ് ചെയ്യണം. വാഫ് മാപ്പാക്കണം. വർഅഫ് റഅഫത്ത് ചെയ്യണം. വനജ്ജിനി എന്നെ രക്ഷപ്പെടുത്തുകയും വേണം. ഇതെല്ലാം ചോദ്യത്തിൽ വന്നു. അന്ന് ചെയ്തതെന്താ? അൽബാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുജീബുൽ ലക തങ്ങൾക്ക് ചോദിച്ചതിനൊക്കെ ഉത്തരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഫസൽഹു തങ്ങളോട് അള്ളാഹുവിനോട് ചോദിക്കണം. യുനജ്ജിനി എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചോദിക്കണം. എപ്പോൾ? ഇദാ ബുർരിസത്ത് ജഹീമുലിൽ മുജ്രിമീൻ മുജ്രിമീങ്ങൾക്ക് ജഹന്നമ വെളിപ്പെടുത്തപ്പെടുന്ന അവസരത്തിൽ. അതിനില്ലേ മുഹയ്യാക സുബ്ഹും ഖദ് അളാഅം ബിലാജുഹു യുസാഹു ബിഹി റൂഹുശ് ശഖാ വഖ്തിലാജുഹു مسيء أنا في الذنب جد علاجه مريض المعاصي في يديك علاجه فعجل علاجي إن لي لسقيم صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുഹയ്യാക സുബ്ഹുൻ തങ്ങളുടെ മുഖം ഒരു സുബ്ഹാൻ. മുഹയ്യ മുഖം. ഖദ് അളാഅം ബിലാജുഹു അതിൻ്റെ ഇംബിലാജ് എന്ന് പറഞ്ഞാൽ ബലജ് എന്ന് പറഞ്ഞാൽ തുറന്ന് പ്രകാശിക്കുന്നുണ്ടല്ലോ, വെട്ടിത്തിളങ്ങൽ. അത് വളരെ ശോഭിതമായിട്ടുണ്ട് ആ മുഖത്തിൻ്റെ. ഹൂവിൻ്റെ തമ്മിലത്തേക്ക് സുബഹിലേക്ക് മുഖമാകുന്ന സുബഹ എന്നല്ലേ. അപ്പം തസ്ബീഹും ബലീഗായി. മുഹയ്യാക കസ്സുബ്ഹി എന്ന് പറഞ്ഞെങ്കിൽ തസ്ബീഹ് നാടൻ. കാ കളവിലെന്താക്കും? മുഹയ്യാക സുബ്ഹൻ മുബ്തദി ഖബറാക്കയ തസ്ബീഹും ബലീഗാൻ. എന്നിട്ട് അല്ലാ ഇംബിലാജുഹു അതിൻ്റെ വെട്ടിത്തിളങ്ങൽ വളരെ പ്രശോഭിതമായിട്ടുണ്ട്. അങ്ങനത്തെ സുബ്ഹിയാണ്. യുസാഹു ബിഹി ആ മുഖം കൊണ്ട് ദൂരീകരിക്കപ്പെടും. റൂഹു ശഖാ ശഖാവത്തിൻ്റെ അസ്ല് തന്നെ. ഇത് ഇമാം മുസ്ലിം പറഞ്ഞത് ദാല അൻ കുല്ലി മൻ റആഹു ശഖാഉ എന്ന് പറഞ്ഞു. ലൈതനി ഖസ്സനി ബിറുയതി വജ്ഹിൻ സല അൻ കുല്ലി മൻ റആഹു ശഖാഉ. ഹംസയിലോതി ഒന്നോതിയല്ലേ. ലൈതഹു ഖസ്സനി ബിറുയതി വജ്ഹിൻ സല അൻ കുല്ലി മൻ റആഹു ശഖാഉ. അത് കണ്ടാക്ക് ശഖാവത്ത് സ്ഥലം വിട്ടുപോയി. അപ്പം യുസാഹു ബിഹി റൂഹു ശഖാ വഖ്തിലാജുഹു അതിൻ്റെ പടപടക്കലും അതിൻ്റെ കാറ്റും എല്ലാം എന്താക്കി ശഖായിലേക്ക്.
അന മുസീഉൻ മുസീഉൻ എന്ന് പറഞ്ഞാൽ അന മുസീഉൻ ഫി ദംബി ജദ്ദ ഇലാജുഹു ഞാൻ ദോഷങ്ങളിൽ എന്നെ ചികിത്സ വളരെ പ്രയാസമായിട്ടുണ്ട് എന്നാണ്. ദോഷത്തിൽ മുങ്ങിയിട്ട് ചികിത്സ വളരെ വിഷമകരമായിട്ടുണ്ട്. മരീദുൽ മആസി, ഇത് അനാന്റെ ബാക്കിയാണ്, ഖബറിന്റെ ബാക്കി. മരീദുൽ മആസി, മാസിയത്ത് കൊണ്ട് രോഗിയായിപ്പോയി ഞാൻ. അപ്പം ഇലാഫത്ത് എന്താണ്? മുസബ്ബബിന് സബബിലേക്ക് ഇലാഫത്താണ്. മാസിയത്ത് സബബ്, അതുകൊണ്ട് ഉണ്ടായതെന്താ? രോഗം. അപ്പം മരീദുൽ മആസി, മാസിയത്ത് കാരണത്താൽ രോഗിയായി മാറിപ്പോയ ആളാണ് ഞാൻ. ഫീ യദൈക ഇലാജുഹു, അതിൻ്റെ ചികിത്സ തങ്ങളെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ഫജ്ജിൽ ഇലാജി, ചികിത്സ വേഗത്തിലാക്കണം, ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഇന്നനി ലസഖീം, തീർച്ചയായും ഞാൻ രോഗിയായിപ്പോയി. നീ നടന്നിട്ടാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه. നിങ്ങളെ ആരാന്നാ റഷീദിൻ്റെ അമ്മ? ഓരോ വകയിലാണ് താഴ്മ അവർക്ക്